നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ശബ്ദമായി നിലകൊള്ളുന്ന വോയിസ് ഓഫ് ദ പീപ്പിളിലേക്ക് സ്വാഗതം. എടപ്പാളിന് സ്വന്തമായ ഒരു ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് ഇനിയും എത്ര ദൂരം? കാൽ നൂറ്റാണ്ടിനപ്പുറമുള്ള സാധാരണക്കാരുടെ ഈ ആവശ്യം കേരള വിഷൻ റീ ഓപ്പൺ ചെയ്യുന്നു. ഈ വിഷയത്തിൽ കേരള വിഷൻ പൊതുജനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടുകയും ഒരു ഓപ്പൺ ഡിബേറ്റ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടത്തുകയും ചെയ്തു. ആദ്യം ഞങ്ങളുടെ പ്രതിനിധികളായ പ്രകാശ്, ജംഷീർ എന്നിവ ശേഖരിച്ച പൊതുജന അഭിപ്രായങ്ങൾ പരിശോധിക്കാം. ആദ്യം പ്രകാശിലേക്ക് പോകാം. എടപ്പാളിനൊരു ബസ് സ്റ്റാൻഡ് എന്നുള്ളത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. പ്രാദേശിക അടിസ്ഥാനത്തിലുള്ളവരും ദീർഘദൂര യാത്രക്കാരും എടപ്പാളിനെ കേന്ദ്രീകരിച്ച കച്ചവടം ചെയ്യുന്നവരും പ്രാദേശിക നേതാക്കളും പ്രാദേശിക അടിസ്ഥാനത്തിലെ വിദ്യാർത്ഥികളുമടക്കം ഏറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് എന്നുള്ളത് എടപ്പാളിന് ഇന്നും ആവശ്യമാണ്. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ എവിടെയാണ് ബസ് സ്റ്റാൻഡ് എന്ന് അറിയാതെ ജനങ്ങൾ വലയുകയാണ്. അതാണ് കേരള വിഷൻ വോയിസ് ഓഫ് ദ പീപ്പിൾ ചർച്ച ചെയ്യുന്നത്. എടപ്പാളിൽ ഒരു ബസ് സ്റ്റാൻഡ് അത് അനിവാര്യമാണ്. നമുക്ക് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളോട് ചോദിക്കാം, ബസ് സ്റ്റാൻഡിനോട് ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ബസ് സ്റ്റാൻഡ് വേണോ വേണ്ടയോ എന്നുള്ളത് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ പറയും. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രദേശത്ത് ബസ് സ്റ്റാൻഡ് വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ നേരിട്ട് കാണുന്നില്ല ജനങ്ങളുടെ പ്രയാസം. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ്? ഞങ്ങളുടെ ഭാഗത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് വേണം നമ്മളെ എടപ്പാളിൽ. കാരണം ഒരുപാട് യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു ബസ്സിന് ഒരു പോത്തന്നൂർക്കോ അല്ലെങ്കിൽ വല്ല പാറപ്പുറത്തേക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് നടക്കണം. അതേപോലെ തന്നെ തൃശ്ശൂർക്ക് പോകണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർക്ക് അങ്ങോട്ട് നടക്കണം. അങ്ങനെ ഓരോ ഭാഗത്തേക്ക് നടന്ന് ആൾക്കാർ ക്ഷീണിക്കണേ. പ്രത്യേകിച്ച് ഈ വെയിലും ചൂടും കാരണം ആകെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഒരു മഴ പെയ്താലും ബുദ്ധിമുട്ടാണ്. മഴ പെയ്താൽ നിൽക്കാനോ ഒരു ഇതിനില്ല. ഒക്കെ കടറ മുന്നിലും അവിടെയൊക്കെ കയറി നിൽക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡ് നമുക്ക് അനിവാര്യമാണ്. സ്റ്റാൻഡ് വന്നാൽ എല്ലാത്തിനും സൗകര്യമാണ്. ഇപ്പോൾ വഴിയാത്രക്കാർക്ക് ഒന്ന് മൂത്രമൊഴിക്കണം, അതിനും പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളെ എടപ്പാൾ. അപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് വന്നാൽ ഇത് എല്ലാത്തിനും സൗകര്യമാണ്. ഇപ്പോൾ ഈ രണ്ട് പഞ്ചായത്തുകളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാലങ്ങളായിട്ട് നിങ്ങളൊരു ട്രാഫിക് റെഗുലേറ്ററി നിയമം എന്ന സംഭവമുണ്ട്. അതിൽ നിങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ടോ? അതോ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ രണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഇങ്ങനെ ഒരു നടപടിക്ക് കാലങ്ങളായിട്ട് അവർ ഉൾപ്പെടാറുണ്ടോ ഇതിൽ? ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കാരണം വെച്ചാൽ ഇപ്പോൾ പോത്തന്നൂർ പാറപ്പുറത്ത് ആ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ പൊന്നാനി റോഡിൽ ബ്ലോക്കാണ്. വൈകുന്നേരം ടൈമിലായാലും നല്ല ബ്ലോക്കാണ്. അതേപോലെ എല്ലാ മേഖലയിലും ഈ തൃശ്ശൂർ റോഡിൽ, പട്ടാമ്പി റോഡിൽ ഇവിടെയൊക്കെ ബ്ലോക്ക് തന്നെയാണ്. പിന്നെ ബസ്സിന് ഇടാൻ സൗകര്യമില്ല, റോഡിലാണ് ബസ് ഇടുന്നത്. അപ്പോൾ വേറെ വണ്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജനങ്ങൾക്കും ബുദ്ധിമുട്ട്. പിന്നെ സുഹൃത്ത് ഒരു മൂത്രമൊഴിക്കാനോ സൗകര്യമില്ല. മൂത്രമൊഴിക്കാൻ പാലുണ്ടാക്കിയതിന് ഒരു ബാത്റൂം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാ ചെങ്ങായി വന്നിട്ട് ഇപ്പോൾ തുറക്കണ ഒരു 11 മണിക്ക് തുറക്കും, 2 മണിക്ക് അടക്കും, പിന്നെ 4 മണിക്കാണ് തുറക്കുക. അപ്പോൾ ഇതുവരെ ആൾക്കാർ മൂത്രം പിടിച്ച് നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ സംവിധാനം തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവർ ഉപയോഗിക്കുന്നില്ല, ശരിക്കുള്ള ഉപയോഗം നടക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എടപ്പാളിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ജനങ്ങളേറെ കാരണം വെച്ചാൽ എവിടെ കൃത്യമായിട്ട് നിൽക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ പൊന്നാനി ഭാഗത്തേക്കാണെങ്കിൽ അപ്പുറത്ത് വന്നിറങ്ങിയാൽ ചിലപ്പോൾ പുതിയ ഒരാളാണെങ്കിൽ എവിടെ നിൽക്കുന്നതല്ല. ഒരു ബസ് സ്റ്റാൻഡ് വന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമെന്നാണ്. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ വന്ന ആളുകൾക്ക് ഇത് എവിടെയാണ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പ് എവിടെയെന്നുള്ളത്, പൊന്നാനി റോഡാണ് തൃശ്ശൂർ റോഡാണ്, അത് കറക്റ്റ് അറിയാനുള്ള ഒരു ബോർഡുള്ള സ്റ്റോപ്പ് ഇല്ല എന്നുള്ള എടപ്പച്ചുക്കത്ത് വന്നാൽ തന്നെ അറിയുള്ളൂ. തീർച്ചയായിട്ടും ഒരു സ്റ്റാൻഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഇനി സ്റ്റാൻഡ് ഇല്ലെങ്കിലും ശരി, അത് അറിയണ രീതിയിലുള്ള ഒരു ചെറുതായിട്ട് രീതിയിലുള്ള ഒരു അറിയണ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രയോ ആളുകൾക്ക് ഉപകാരപ്പെടും. ഇത് പൊന്നാനി റോട്ടിൽ നിന്ന് വന്നുള്ള ആൾ വന്നിട്ട് തൃശ്ശൂർ റോട്ടിലേക്ക് എങ്ങനെ പോവുക, തൃശ്ശൂരിലുള്ള ആൾ വന്നിട്ട് കോഴിക്കോട് റോട്ടിൽ എങ്ങനെ പോവുക? എടപ്പാൾ ചുങ്കത്ത് എല്ലാവിധ സൗകര്യം ഉണ്ടെന്നാൽ അതിനൊന്നും ഒരു സൗകര്യം ഇല്ലായിരുന്നു. എടപ്പാൾ മേൽപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവിധ സൗകര്യം ഉണ്ട്. എന്നാലും ചിലോ അതിലുള്ളൊരു സിഗ്നലും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ സിഗ്നൽ ലൈറ്റും കത്തണില്ല, ശരിക്കുള്ളൊരു ബോർഡും ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. എടപ്പാൾ ചുങ്ക 2 പഞ്ചായത്താണ് ഭരിക്കണവും, വട്ടളങ്ങ പഞ്ചായത്ത്, എടപ്പാൾ പഞ്ചായത്ത്. അറിവ് കൂടുതലുള്ള ആളുകളുമാണ്. ഒരു കാര്യം ഇവിടെ നടക്കില്ല എന്നുള്ളത് പൊന്നാനി റോട്ടിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ബസ് സ്റ്റോപ്പും ഇല്ല, ഒരു സാധനവും ഇല്ല. അവരിന്ന് ചെയ്യും നാളെ ചെയ്യുമെന്ന് പറയും, പക്ഷെ അതിന് തിരിഞ്ഞു നോട്ടില്ല. അതന്നെ ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ബാത്റൂമിലേക്ക് പോകാനും ഒന്നും ഒരു ഇതില്ലാതെ പ്രയാസപ്പെട്ടാണ്. വെയിലും കൊണ്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ എടുത്തിട്ട് വെയിലും കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഭയങ്കര പ്രയാസങ്ങളാണ്. അപ്പോൾ സ്ഥിരമായിട്ടൊരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പുമായിട്ട് ഇങ്ങനെ നല്ലതന്നെയാണ്.
സ്റ്റാൻഡ് ചെയ്തപ്പോൾ സ്റ്റാൻഡ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതപ്പോൾ ഇവിടെ നിർത്തിയിട്ടാണ്. ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, കുട്ടികളെ കയറ്റാൻ പാടില്ല, ഇവിടെ നിർത്തിയിട്ട് അത് 2 മിനിറ്റ് പറഞ്ഞുള്ളൂ. ആളെ കയറ്റി ആ ടൈമിൽ ആളെ കയറ്റി പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് എന്തെങ്കിലും ആവശ്യമാണ് നമുക്ക് എന്താ വെച്ചാൽ കംപ്ലീറ്റ് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം. പിള്ളേർ ഒന്ന് മുറിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ തോന്നിയ സ്ഥലത്താണ് നമ്മൾ ആളെ ഇറക്കുന്നത്. ഇപ്പോൾ പൊന്നാനിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ആളെ ഇറക്കും ഒന്നിരിക്കലും പാലത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ പട്ടാമ്പി റോട്ടിൽ ആളെ ഇറക്കിയിട്ട് പോവുക. അപ്പോൾ അങ്ങോട്ട് മുറിഞ്ഞ് കിടക്കുമ്പോൾ യാത്രക്കാർ അങ്ങോട്ട് മുറിഞ്ഞ് കിടക്കുന്ന ടൈമിൽ വണ്ടി തട്ടുന്ന കാണുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും. ബസ് സ്റ്റാൻഡ് ഉള്ളത് ഏറ്റവും നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എത്രയും പെട്ടെന്ന് അങ്ങനെ സാധിച്ചാൽ വളരെ ഉപകാരമായി എല്ലാവർക്കും. ഞങ്ങൾക്ക് മാത്രമല്ല, ഓട്ടോറിക്ഷ മൊത്തത്തിൽ യാത്രക്കാർ നല്ല ബുദ്ധിമുട്ടില്ലാണ്. അത് ഒന്നൊരു 4:30 മുതൽ ഒരു 5:30 വരെ ഈ 4 ഭാഗത്തേക്കും കുറ്റിപ്പുറം ഭാഗത്തേക്കും പിന്നെ പൊന്നാനി ട്രാക്കിലേക്കും പട്ടാമ്പി ട്രാക്കിലേക്കും നിങ്ങൾ പോയേക്കി കഴിഞ്ഞാൽ അറിയാം, കറക്റ്റ് കാര്യങ്ങളറിയാം. എന്താ വെച്ചെങ്കിൽ അപകടങ്ങളും എന്തെങ്കിലും മുറിഞ്ഞ് കിടക്കുന്നതും ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പൊന്നാനിൽ നിന്ന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കുറ്റിപ്പുറത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിൽ ഇറക്കിയിട്ട് യാത്രക്കാർ അതായത് ബസ്സിൽ കയറി പോകും. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാവില്ല, ബ്ലോക്ക് ഉണ്ടാവില്ല. ഇത് നമ്മളിവിടെ വണ്ടി നിർത്തി ആളെ കയറ്റുമ്പോൾ അവിടുന്ന് ഒരു വണ്ടി വന്ന് കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ ബ്ലോക്കാണ്. അപ്പോൾ ആകെ ട്രാഫിക് ബ്ലോക്കായി. പിന്നെ ഇവിടെ നിർത്തുന്നതിന് അത് അവിടെ കടക്കാർ വ്യാപാരികൾ പ്രശ്നമാണ്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതാണ് എന്തായാലും അഭ്യർത്ഥിക്കണം ബസ് സ്റ്റാൻഡ് വരട്ടെയാണ്. നമ്മൾ അവിടെ ഇപ്പോൾ തൃശ്ശൂർ ബസ്സാണെങ്കിൽ തൃശ്ശൂർ ആ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സാണെങ്കിൽ ആ അറ്റത്ത് കൊണ്ടുപോയി നിർത്തുക, ഇവിടെ ഒന്നും നിർത്തില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരുപാട് നടന്നു വരണം. അപ്പോൾ എൻ്റെ കാലിനാണെങ്കിൽ വയ്യ, അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രായമുള്ളവരുടെ അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്ക്, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അത്. അപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് വരികയാണെങ്കിൽ അതൊരു എല്ലാവർക്കും അതൊരു സഹായം, ഒരു എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഒരു അടിസ്ഥാന പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ട ഒരു അതൊന്നും ഇവിടെ എവിടെയില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും എമർജൻസി ആണ് വലിയ ഹോസ്പിറ്റൽ പോകണപ്പോൾ അല്ല അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും തന്നെ. സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് മൂത്രമൊഴിക്കണം വെച്ചാൽ പിന്നെ പബ്ലിക്കായിട്ട് നിന്ന് മൂത്രമൊഴിക്കേണ്ടി വരും. അത് ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ബസ് കാത്തു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ മഴയുടെ വെയിലാണ് കൊള്ളു തന്നെ വേണം. ഇനി നമുക്ക് ഈ വിഷയത്തിൽ എന്ത് പരിഹാരം എന്ന് ആലോചിക്കുന്നതിന് ഞങ്ങൾ സംഘടിപ്പിച്ച ഓപ്പൺ ഡിബേറ്റ് നോക്കാം. വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കേരള വിഷൻ ക്യാമറ തിരിക്കുകയാണ്. ഓരോ നാടിൻ്റെയും സ്പന്ദനങ്ങൾ അറിഞ്ഞ്, ഓരോ നാടിൻ്റെയും വ്യത്യസ്തമായ ആവശ്യങ്ങൾ അറിഞ്ഞ് അവയിലേക്ക് ക്യാമറ തിരിച്ച് അവയിൽ അധികാരികളുടെ കൂടി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഒരു ചർച്ച കേരള വിഷൻ സംഘടിപ്പിക്കുന്നു. വോയിസ് ഓഫ് ദി പീപ്പിൾ, ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ശബ്ദമായി. ആദ്യത്തെ ദിവസം ആദ്യത്തെ വിഷയമായി നമ്മൾ ചർച്ച ചെയ്യുന്നു എടപ്പാളിൽ ഒരു ബസ് സ്റ്റാൻഡ് അത്യാവശ്യമാണ്. വർഷങ്ങളായി എടപ്പാളിനൊരു ബസ് സ്റ്റാൻഡ് എന്ന ആവശ്യം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ജനപ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്ത് ഭരണസമിതികൾ അതിനായുള്ള പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു ബസ് സ്റ്റാൻഡ് എന്നത് സ്വപ്നം മാത്രമായി എടപ്പാളിന് അവശേഷിക്കുന്നു? ഈ വിഷയം കേരള വിഷൻ ചർച്ച ചെയ്യുന്നു. നമുക്കൊപ്പമുണ്ട് ഓരോ പഞ്ചായത്തിൻ്റെയും, എടപ്പാൾ പഞ്ചായത്തിൻ്റെ ഭരണകർത്താക്കളുണ്ട്, വട്ടംകുളം പഞ്ചായത്തിൻ്റെ ഭരണകർത്താക്കളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, ഒപ്പം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, വ്യാപാരി പ്രതിനിധികളുണ്ട്, ഓട്ടോ തൊഴിലാളികളുടെ പ്രതിനിധികളുണ്ട്, ബസ് ഉടമ സംഘത്തിൻ്റെയും ബസ് തൊഴിലാളികളുടെയും പ്രതിനിധികളുണ്ട്. അങ്ങനെ ഓരോരുത്തരും നമ്മൾക്കൊപ്പം ചേരുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ പങ്കുവയ്ക്കുന്നു. ആദ്യമേ പറയുന്നു, ഇതൊരു രാഷ്ട്രീയ ചർച്ചയല്ല. നമ്മൾ ജനങ്ങൾക്കൊപ്പം ജനകീയമായ ഒരു വിഷയം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിയേണ്ടത്. ആദ്യം നമ്മൾ ഓരോരുത്തരെയായി പരിചയപ്പെടുന്നു. ഇ പ്രകാശ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എടപ്പാൾ യൂണിറ്റ് പ്രസിഡന്റ്. നജീബ് എം എ, വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. സി രാമകൃഷ്ണൻ, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. അഡ്വക്കേറ്റ് മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ. കെ പ്രഭാകരൻ, എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. പത്തിൽ അഷ്റഫ്, വട്ടംകുളം പഞ്ചായത്ത് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ്. എം ഉദയകുമാർ, എടപ്പാൾ ലയൺസ് ക്ലബ് പ്രസിഡന്റ്. യു കെ മുഹമ്മദ്, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ്. ഫിറ്റുൽ ഹസൻ, വ്യാപാരി സേവന ശ്രീ തവനമണ്ഡലം പ്രസിഡന്റ്.
EP രാജീവ്, മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. EV അനീഷ്, എടപ്പാൾ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി. പ്രഭാകരൻ നടുവട്ടം, CPI തവനൂർ മണ്ഡലം സെക്രട്ടറി. ബഷീർ അണ്ണക്കമ്പാട്, പത്രപ്രവർത്തക അസോസിയേഷൻ്റെ പൊന്നാനി താലൂക്ക് പ്രസിഡന്റ്. രാജീവ് മാക്കോത്ത്, എടപ്പാൾ ഓട്ടോറിക്ഷ പ്രതിനിധി. ശിവകുമാർ, മുൻ പഞ്ചായത്ത് അംഗം, BJP എടപ്പാൾ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്. KP മോഹനൻ, CPIM-ൻ്റെ എടപ്പാൾ ചുങ്കം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. KP ഭാസ്കരൻ, CPIM-ൻ്റെ എടപ്പാൾ ബ്രാഞ്ച് മെമ്പർ. വിവേകാനന്ദൻ, കോലത്ത്, BJP എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ്. അഷ്റഫ് കരിമ്പനക്കൽ, ലയൺസ് ട്രഷറർ. സന്തോഷ്, എടപ്പാൾ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി. ചന്ദ്രകുമാർ, നാട്ടുകാരൻ. K. മുഹമ്മദ് അലി, ചുങ്കം ബ്രാഞ്ച് സെക്രട്ടറി CPI. മണികണ്ഠൻ, എടപ്പാൾ ലയൺസ് ക്ലബ്ബ് മെമ്പർ. KV രവീന്ദ്രൻ, CPIM ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗമുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, ഒപ്പം ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, ഓട്ടോ തൊഴിലാളികൾ, അങ്ങനെ ഓരോരുത്തരായി നമുക്കൊപ്പമുണ്ട്. ആദ്യം എടപ്പാൾ ഇന്ന് ഓരോ നിമിഷവും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരുന്നു എടപ്പാളിൻ്റെ വികസനം. ആദ്യം കുറ്റിപ്പുറം കേന്ദ്രീകരിച്ച് നടന്നിരുന്ന വ്യാപാരങ്ങളും അതോടൊപ്പം തന്നെ തിരക്കേറിയ ഒരു ടൗണും പിന്നീട് കാലക്രമത്തിൽ അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ എന്ന് നമുക്ക് പറയാം എടപ്പാളിനെ കേന്ദ്രീകരിച്ച് വരുന്നു. ഇടപ്പാളയമായിരുന്ന എടപ്പാൾ ഒരു വലിയ പട്ടണമായി മാറുന്നു. അതോടൊപ്പമുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എടപ്പാളിൽ എത്രത്തോളം ഉണ്ടായി എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്തു പോകണം. ഒപ്പം എടപ്പാൾ ടൗണിൻ്റെ പ്രധാന ഭാഗങ്ങളും അല്ലെങ്കിൽ സിംഹഭാഗങ്ങളും കേന്ദ്രീകരിക്കുന്നത് വട്ടംകുളം പഞ്ചായത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ എന്താണ് വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് നമ്മളോട് പറയും. എന്താണ് ഈ ഇത്ര കാലമായിട്ട് എടപ്പാളിന് എന്തുകൊണ്ടൊരു ബസ് സ്റ്റാൻഡ് എന്നത് യാഥാർത്ഥ്യമായില്ല? എടപ്പാളിനെ സംബന്ധിച്ചിട്ട് ഒരു ബസ് സ്റ്റാൻഡ് അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കങ്ങളൊന്നുമില്ല. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എടപ്പാളിൻ്റെ ഒരു വ്യാപാര മേഖലയൊക്കെ. എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള വർധനവ് എടപ്പാളിലുണ്ട്, വലിയ രീതിയിലുള്ള തിരക്കുമുണ്ട് എടപ്പാളിൽ. എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് എടപ്പാൾ എന്ന ചെറിയ ഒരു റൗണ്ടിലായിരുന്നു എടപ്പാളെങ്കിൽ ഇന്ന് എടപ്പാൾ എന്ന് പറയുന്നത് 4 റോഡിലും വലിയ രീതിയിലുള്ള അണ്ണക്കമ്പാടിലേക്കും അതുപോലെ തന്നെ വട്ടംകുളത്തിലേക്കും എടപ്പാൾ അംസകച്ചേരിയിലേക്കും നടുവട്ടത്തിലേക്കും വ്യാപിച്ചെടുക്കുന്ന ഒരു പ്രദേശമായി എടപ്പാൾ മാറിയിട്ടുണ്ട്. ഏകദേശം 10-22 വർഷങ്ങൾക്ക് മുമ്പാണ് എടപ്പാൾ ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള വലിയ ആശയവുമായി അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ ഭരണകർത്താക്കളുമൊക്കെ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ അന്നൊരു ചർച്ച നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ ആ ചർച്ച വിജയിക്കുമെന്നുള്ള രീതിയിലേക്കൊക്കെ പോയിരുന്നു. പിന്നെ എന്തുകൊണ്ടോ അത് നടന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. അന്ന് എടപ്പാൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 25% പോലും ഇല്ലാത്തൊരു സമയത്തായിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ 10 മടങ്ങ് വർദ്ധിച്ച് എടപ്പാൾ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം ഇന്ന് പട്ടണമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യം 100% ശക്തമായി പ്രതിഷേധവുമായി കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് എന്തായാലും വേണമെന്നൊക്കെ പറഞ്ഞ് പല ആളുകളുടെ വിഷയങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് ബസ് കയറണമെങ്കിൽ കുറേ അങ്ങോട്ട് നടന്നു പോകണം. അതുപോലെ തന്നെ കുറ്റിപ്പുറം, അതുപോലെ തന്നെ പട്ടാമ്പി, അതുപോലെ തന്നെയാണ് പൊന്നാനിയും. ഈ 4 ഭാഗങ്ങളിലേക്കും പോകുന്ന ആളുകൾക്ക് ബസ് കയറുന്നതിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ വലിയ പ്രശ്നങ്ങളിവിടെയുണ്ട്. പല വട്ടം നമ്മുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ കമ്മിറ്റി കൂടി വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എത്ര കണ്ട് പരിഹരിച്ചാലും അതിനൊരു ശാശ്വത പരിഹാരമാകും എന്ന് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ 4 റോഡുകൾ എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മുകളിലേക്ക് നോക്കി നിൽക്കുന്നൊരു അവസ്ഥാവിശേഷം തന്നെയാണ്. കാരണം ഇന്നത്തെ എടപ്പാളിൻ്റെ അവസ്ഥയിൽ എടപ്പാളിലൊരു ബസ് സ്റ്റാൻഡിന് സ്ഥലം വിട്ടുകിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ
എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒന്നല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പൗരപ്രമുഖരും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെയൊക്കെ വലിയ വില കൊടുത്ത് മേടിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ എടപ്പാളിലുള്ളത്. അങ്ങനെയൊക്കെ ഇനി ചിന്തിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചോ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോ ഇതിലെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള വിഷമം പിടിച്ച കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എടപ്പാളിൻ്റെ ഒരു ബസ് സ്റ്റാൻഡ് എന്നതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. നമ്മൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. എവിടെയാണ് എടപ്പാളിൽ ബസ് സ്റ്റാൻഡ് രൂപീകരിക്കുക എന്നത് ഒരു വലിയ ചോദ്യമാണ്. എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ, താങ്കൾ എങ്ങനെയാണ് ഇതിനകത്തൊരു പരിഹാരം? ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ അതിവേഗം വികസിച്ച ഒരു പട്ടണമാണ് എടപ്പാൾ. ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് 4 റോഡും പെട്ടെന്നാണ് ബിൽഡിങ്ങുകൾ കൊണ്ട് നിറഞ്ഞ് നമ്മുടെ റോഡ് ഇനിയൊരു വീതി കൂട്ടാൻ പറ്റാത്ത അത്ര പ്രയാസപ്പെട്ട രൂപത്തിൽ വന്നിട്ടുള്ളത്. സ്വാഭാവികമാണ്, അതിനനുസരിച്ചുള്ള മാറ്റം സംഭവിക്കുമ്പോൾ ബസ് സ്റ്റാൻഡും അനിവാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-20 കൊല്ലം മുമ്പ് ഇതിൻ്റെ ഒരു ചർച്ച നടന്നെങ്കിലും അന്ന് നമ്മുടെ എടപ്പാൾ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ബസ് നിർത്തുന്ന വെയിറ്റിംഗ് ഷെഡായിട്ടുണ്ട്, അല്ലാതെ ഒരു സ്റ്റാൻഡായിട്ട് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൊന്നാനിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുന്ന ബസ്, അല്ലെങ്കിൽ പൊന്നാനിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് കുന്നംകുളത്തേക്ക് അങ്ങനെ പോകുന്ന ബസ്സുകളൊക്കെ ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ സമീപം നിർത്തി ആളുകളെ കയറ്റി കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ RTO ഒക്കെ പ്രത്യേകം പെർമിഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു കുറേ ബസ്സുകൾ എടപ്പാൾ വരെ വന്ന് പൊന്നാനിക്ക് പോകുന്നു, കുന്നംകുളത്തേക്ക് പോകുന്നു, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സ്റ്റാൻഡിൻ്റെ ഒരു അനിവാര്യതയായിട്ട് വന്നിട്ടുള്ളത്. അവിടെ ഒരു പഞ്ചായത്തിന് ഒരു സ്റ്റാൻഡ് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വകാര്യ ബസ് സ്റ്റാൻഡുകൾ സ്ഥാപിക്കലാണ് ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത്. അതിന് പട്ടാമ്പി റോഡിന് കുറച്ച് അപ്പുറത്ത് നമ്മുടെ ചൂരം ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് പറമ്പ് കെടുക്കുന്നുണ്ട്. അതുപോലെ വട്ടംകുളം റോഡിന് പട്ടാമ്പി റോഡിന് ഒരു സ്ഥലം കെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ബസ് സ്റ്റാൻഡിന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായിട്ട് മാറ്റിയാൽ ഈ തൽക്കാലം ഇതിനൊരു പരിഹാരമാവും എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും സ്ഥല സൗകര്യം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ സ്ഥലങ്ങളുണ്ട്. അതോടൊപ്പം ഞാൻ മനസ്സിലാക്കിയത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിൽ ഒരു 75 സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെ ആ സ്ഥലം നമുക്ക് വിനിയോഗിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങൾ? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എടപ്പാൾ ടൗൺ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വലിയ ടൗണായി മാറുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ബസ് സ്റ്റാൻഡിന് നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 94-95 കാലഘട്ടത്തിൽ അക്വിസിഷൻ നടപടികൾ ആരംഭിച്ചു. നമ്മുടെ തൊട്ടടുത്തുള്ള ഭൂമി ബസ് സ്റ്റാൻഡിന് വേണ്ടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള അക്വിസിഷൻ നടപടികൾ ആരംഭിച്ചതാണ്. പിന്നീട് അക്വിസിഷൻ നടപടികൾ മറ്റു പല സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ട് അത് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം 2000-2005 ഉള്ളിൽ ഞാൻ അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പത്തില സർഫ് അതുപോലെ തന്നെ കുഞ്ഞുവേലക്കാർ മാഷൊക്കെ ഇവിടെ ബ്ലോക്കിലിരിക്കുന്ന സന്ദർഭത്തിലാണ്, അല്ല ET ഉണ്ണിയുടെ കാലത്താണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ട് ബസ് സ്റ്റാൻഡിന് കൊടുക്കാൻ ആവശ്യമായിട്ടൊരു ആലോചന നടത്തിയത്. പക്ഷേ ഗ്രാമവികസന വകുപ്പ് അത് നമുക്ക് വിട്ടു നൽകിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി നമ്മൾ സ്വകാര്യ മേഖലയിൽ ഒരു ബസ് സ്റ്റാൻഡ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പല പരിശ്രമങ്ങളും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് വിജയിച്ചില്ല. ഇവിടെ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിനകത്ത് ലേശം സ്ഥലം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി 40 സെൻറ്റ് സ്ഥലം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് മിനി സിവിൽ സ്റ്റേഷൻ്റെ പണി തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും PWD ഡിപ്പാർട്ട്മെൻറ്റും ആരംഭിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിന് ആവശ്യമായുള്ള സ്ഥലം ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ കെട്ടിടമാണ്, ഒന്ന് കോടതിയാണ് ഇപ്പുറത്ത്, അപ്പുറത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കെട്ടിടമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരിക്കലും നമുക്ക് ഒരു ബസ് സ്റ്റാൻഡ് സാധ്യമല്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇനി
നമ്മൾ അക്വിസിഷൻ നടപടികളിൽ കൂടിയ മറ്റോ രീതിയിൽ നമുക്ക് സ്ഥലം കിട്ടാൻ സാധ്യത വളരെയേറെ കുറവാണ്. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് ധാരാളം സ്ഥലം നമ്മുടെ പ്രദേശമൊക്കെ തൊട്ടടുത്തൊക്കെ ഉണ്ട് താനും. അപ്പോൾ അവരുമായി സംസാരിച്ച് BOT അടിസ്ഥാനത്തിൽ അതല്ലെന്നുണ്ടെങ്കിൽ സ്വകാര്യ സ്ഥലത്ത് സ്വകാര്യ ഉടമയുടെ അനുവാദത്തോടുകൂടി അവരുമായിട്ട് പ്രത്യേക ചില ആലോചന നടത്തി ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കുക എന്നല്ലാതെ മറ്റു പോംവഴികളൊന്നും തന്നെ ഇവിടെ ഇല്ല. പൊന്നാനി താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായി എടപ്പാൾ ചുങ്കം മാറിയിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട് ജനങ്ങൾക്ക് എന്നുള്ള കാര്യം വസ്തുതയാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേലധ്യക്ഷന്മാരെന്ന നിലയിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ എന്ന നിലയിലും പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് PP മോഹൻദാസ് കൂടി നമ്മോടൊപ്പമുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ആ ഒരു തലത്തിൽ കൂടി ത്രിതല പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് ജില്ലാ പഞ്ചായത്ത്. എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ സാധിക്കുക? ഇവിടെ ഉന്നയിച്ച ആവശ്യം എടപ്പാളിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആവശ്യം തന്നെയാണ്, സംശയമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇതിനുള്ളൊരു ശ്രമം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ എവിടെയോ അതിനെ പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്വിസിഷൻ നടപടികളുടെ അവസാന ഘട്ടത്തിൽ സ്ഥല ഉടമകൾ മറ്റു പല രീതിയിലും ഇടപെട്ടുകൊണ്ടാണ് അന്നത്തെ അക്വിസിഷൻ നടക്കാതിരിക്കാൻ കാരണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് നമുക്കിപ്പോൾ ജില്ലാ പഞ്ചായത്തിന് ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന ഒരു പദ്ധതി അല്ല ഇത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഒന്നാമത് ഭൂമി കിട്ടുകയാണെങ്കിൽ ചെയ്യാൻ ജില്ലാ പഞ്ചായത്തല്ല ത്രിതല പഞ്ചായത്തുകൾ ഏത് വിഭാഗവും അതിന് തയ്യാറാവും. കാരണം വലിയ തനത് ഫണ്ടിലേക്ക് വലിയ വരുമാനമുണ്ടാക്കാൻ കഴിയാവുന്ന ഒരു മാർഗം കൂടിയാണ്, അതിനൊന്നും സംശയമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എടപ്പാളിനെ സംബന്ധിച്ച് എടപ്പാൾ ടൗണോട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണമല്ലോ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ്. ഇന്ന് എടപ്പാൾ ചുങ്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 30, 40, 50 ലക്ഷം രൂപയൊക്കെ ഒരു സെൻറ്റിന് വിലയോളം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് അക്വിസിഷൻ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ്റിനായാലും മറ്റ് അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾക്കൊക്കെ തന്നെ വലിയ പ്രയാസമുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ സ്വകാര്യ ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ 1-2 ആളുകളുമായിട്ട് ഞാൻ തന്നെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ പൊന്നാനി റോഡിൽ ഒരു 19 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച ഒരാളുണ്ട്. ഇപ്പോൾ അടുത്താണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ട് കുറച്ചും കൂടെ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ അത് കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ചുകൂടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ അയാളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എടപ്പാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ ബസ് സ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് സഹായിച്ചൂടെ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ സഹായിക്കാം. പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ ഭൂമി കൊണ്ട് മതിയാവോ എന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ ഭൂമി കിട്ടുകയാണെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് ആലോചിക്കാമെന്നുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണ്ട് പരിപൂർണതയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഏതായാലും അതിലുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ത്രിതല പഞ്ചായത്തിലെ മെമ്പർമാരായാലും മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ഇന്ന് എടപ്പാൾ ചുങ്കം നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ആളുകളും അക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കിങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ സാഹചര്യം കൊണ്ടാണത് കഴിയാത്തത് എന്നുള്ളതാണ്. എന്നാൽ വലിയ ബുദ്ധിമുട്ട് ഇത് കാരണം സ്ത്രീകളും കുട്ടികളും അങ്ങനെ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ 4 റോഡിന് ഇപ്പോൾ എടപ്പാൾ കുറ്റിപ്പുറം റോഡിലൊരു സ്ത്രീ ബസ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് തിരിച്ച് നമ്മുടെ തൃശ്ശൂർ റോഡിലേക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റ് പോരാ, നടന്നെത്തണം. അതും വളരെ തിരക്കേറിയ ഈ റൂട്ടിലൂടെയൊക്കെ കുട്ടികളുമായി പോവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുണ്ട്. അല്ലെങ്കിൽ 25-30 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കണം. ഈ വന്നറിയ പലരും പാവപ്പെട്ട ആളുകൾക്കാർക്ക് അങ്ങനെ വലിയൊരു പ്രയാസമാണ് സത്യത്തിൽ. എല്ലാവരും കൂടി നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയണം. എന്തായാലും ഈ ഉദ്യമത്തിന്, നിങ്ങളുടെ ശ്രമത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. തീർച്ചയായും നമുക്ക് നാടിൻ്റെ സ്പന്ദനം അറിയുന്ന, എടപ്പാളിൻ്റെ സ്പന്ദനം അറിയുന്ന നമ്മുടെ ജനപ്രതിനിധികളും പിന്നെ കൂടെ മാധ്യമപ്രവർത്തകരും കൂടെയുണ്ട്. കൂടാതെ ക്ലബിൻ്റെ പ്രവർത്തകരും എല്ലാം നമ്മുടെ കൂടെയുണ്ട്. ആദ്യം നമുക്ക് മാധ്യമപ്രവർത്തനം തുടങ്ങാം. എങ്ങനെ ഈ ഒരു എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന ടൗണാണ്.
ഇവിടെ നമുക്കൊരു ബസ് സ്റ്റാൻഡ് എന്നുള്ള ആവശ്യം വളരെ ശക്തമായി കാലങ്ങളോളം നടന്നുകൊണ്ടിരുന്ന ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാധ്യമപ്രവർത്തനം എന്ന താങ്കളുടെ ഒരു ഇതിൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ആവശ്യം താങ്കൾ പഠിച്ചിരുന്നത്? മലപ്പുറം ജില്ലയിൽ ഏറെ ജനത്തിരക്കേറിയ ഒരു പട്ടണമാണ് എടപ്പാൾ. എടപ്പാളിൽ ഒരു ബസ് സ്റ്റാൻഡ് വേണം എന്ന ജനകീയ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എന്നാൽ നടക്കേണ്ട കാലത്ത് നടക്കാതെ പോയ ഒരു സ്വപ്നം, ആ സ്വപ്നത്തിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടമാണ് ഇന്ന് കേരള വിഷൻ ഇവിടെ നടത്തിയിട്ടുള്ള ഈ ഒരു ഡിബേറ്റ്. ഈ ബസ് സ്റ്റാൻഡ് എടപ്പാളിൽ സ്ഥാപിതമാകേണ്ട സാഹചര്യം ഒരു കാലത്തുണ്ടായിരുന്നെങ്കിൽ അത് ഗ്രാമവികസന വകുപ്പിൻ്റെ ഭൂമി വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ഗ്രാമവികസന വകുപ്പ് പ്രാദേശിക ഭരണകൂടത്തെ അറിയിച്ചുവെങ്കിൽ തുടർന്ന് ആ ഭൂമി വിട്ടുകിട്ടുന്നതിന് വേണ്ടി പ്രാദേശിക ഭരണകൂടങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഇടപെടൽ നടത്താതെ പോയത് ഒരു വലിയ നഷ്ടമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. മാത്രവുമല്ല, അന്ന് അക്കാലങ്ങളിൽ ചെറിയ വിലയ്ക്ക് എടപ്പാളിൻ്റെ പരിസരങ്ങളിൽ ഭൂമി ലഭ്യമായിരുന്ന ആ കാലഘട്ടത്തിൽ അതിൽ നിന്ന് മാറി ഇന്ന് സർക്കാർ പൊന്നും വില നൽകി ഒരു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് സ്ഥലം ഏറ്റെടുക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വളരെ വ്യക്തമായും ബോധ്യമുള്ള ഒരു സമൂഹം. അതിനപ്പുറം എടപ്പാൾ ജംഗ്ഷനിലെ 4 റോഡുകളിലും കാലങ്ങളായി വന്നിറങ്ങുന്ന യാത്രക്കാർ സ്വകാര്യ ബസ്സുകൾക്ക് പിറകെ ഓടുന്ന ഒരു കാഴ്ച, അത് പൊതുസമൂഹം കാണാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അതിനൊരു ശാശ്വതമായ പരിഹാരം അടിയന്തരമായി കാണാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് ഇവിടെ ഉയർത്താനുള്ളത്. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം പൂവണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 17ഓളം പരമ്പരകൾ എഴുതി കൈക്കുഴഞ്ഞ മാധ്യമപ്രവർത്തകരാണ് ഞങ്ങൾ. ആ പരമ്പര ഏറ്റെടുത്തു പ്രാദേശിക ഭരണകൂടങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയെങ്കിലും ആ ഇടപെടലുകളെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാതെ പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ തുറന്നു പറയുകയാണ്. എന്തായാലും കേരള വിഷൻ നടത്തിയ ഈ ഓപ്പൺ ഡിബേറ്റ് അത് മണ്ണ് മൂടിക്കിടക്കുന്ന എടപ്പാളിലെ ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നത്തെ പൊടി തട്ടിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും കേരള വിഷൻ ഈ ഒരു ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഈ ചർച്ചയുമായിട്ട് ആലോചിച്ച് വരുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഇപ്പോൾ ബഷീർക്ക പറഞ്ഞതുപോലെ ഈ മണ്ണടിഞ്ഞു പോയ അല്ലെങ്കിൽ നടക്കേണ്ട സമയത്ത് നടക്കാതെ പോയ ഒരു പദ്ധതിയുടെ പോസ്റ്റ്മോർട്ടം, അങ്ങനെയാണ് അവിടെ ഉപയോഗിച്ചൊരു വാക്ക്. ആ പോസ്റ്റ്മോർട്ടം എന്ന വാക്കിനോട് എത്ര പേരിവിടെ നീതി പുലർത്തുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് അതിനോട് അനുകൂലിക്കുന്നുണ്ട്? നമസ്കാരം. വിവേകാനന്ദൻ, BJPയുടെ എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഇത് സംഭവം ഇന്നിപ്പോൾ ഇവിടെ നമ്മളെ ചാനലിൽ ഇങ്ങനെയുള്ള ഒരു ചർച്ച കൊടുന്ന് പറഞ്ഞ ഒരു പോസ്റ്റ്മോർട്ടം തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിൻ്റെ മുൻകാലങ്ങളിൽ ഇവിടെ ഭരിച്ച് ഇറങ്ങി വീണ്ടും ഭരിക്കണു. ഭരണ സംവിധാനത്തിലുള്ള ആൾക്കാരത് ചെയ്യേണ്ടത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അല്ലാതെ ഇവിടെ പബ്ലിക്കിന് കഴിയണ സഹായങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടുത്തെ ഭരണ സംവിധാനമാണ് ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ എടപ്പാൾ വേണം എന്നുള്ള കാഴ്ചപ്പാടായി പ്രവർത്തിക്കേണ്ടത്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതൊരു പോസ്റ്റ്മോർട്ടം തന്നെയാണ്, ഒരു സംശയമില്ലാത്ത. പിന്നെ ഈ എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവത്ര റോഡുകളും ബ്ലോക്കാണ്. സ്റ്റാൻഡ് ഇപ്പോൾ തൽക്കാലം ഇവിടെ ചർച്ചകൾ നടക്കും, സ്റ്റാൻഡ് പ്രാബല്യത്തിലാവാൻ ടൈം എടുക്കും, അതിനും ഭരണകർത്താക്കൾ തന്നെ മുന്നിട്ട് ഇറങ്ങണം, ഒരു സംശയമില്ല. അപ്പോൾ ഈ സ്റ്റാൻഡ് വരുന്നവരെ ഈ ജനങ്ങൾക്ക് പാസിങ്ങിനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്ന സംഭവം കൂടി ഇതിൽ കൂടെ ഉൾക്കൊള്ളിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 4 മണിക്ക് ശേഷം 4 റോഡുകളും ബ്ലോക്കായിട്ട് ഇവിടെ വാഹനമായിട്ട് നടക്കുന്ന ആൾക്കാർക്കും ഇതേ വാഹനമായി പോകുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ബ്ലോക്ക് എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല. ഈ ബ്ലോക്ക് പരിഹരിച്ചൂടെ? സ്റ്റാൻഡ് ഇപ്പോൾ തൽക്കാലം ഈ ചർച്ചകൾ മനസ്സിലാക്കാൻ നമുക്ക് തൽക്കാലം പെട്ടെന്ന് ആവുന്നൊരു സംവിധാനമല്ല. ആയിക്കഴിഞ്ഞാൽ നല്ലതാണ്, ഇവിടുത്തെ സമൂഹത്തിന് എല്ലാവർക്കും വേണ്ട കാര്യമാണ്. പക്ഷേ ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ നമ്മളിവിടെ നെസ്റ്റോ വന്നിട്ട് നമ്മൾ പൊന്നാനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാർ കംപ്ലീറ്റ്, പൊന്നാനി, കോഴിക്കോട്, കുന്നംകുളം ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ കംപ്ലീറ്റ് ആ നെസ്റ്റോൻ്റെ അവിടെ വെച്ച് വാഹനമായി കട്ട് ചെയ്തിട്ട് കയറുകയാണ്. ഓരോ വണ്ടികൾ വരുമ്പോൾ അവരവിടെ ചവിട്ടണു, ബാക്കിൽ വണ്ടികൾ ലൈനായി നിറഞ്ഞു കിടക്കുന്നുണ്ടാവും ബാക്കിൽ.
അവിടെ വെച്ച് ടേൺ ചെയ്യാണ്. ആ നെസ്റ്റോൻ്റെ മുന്നിൽ വെച്ച് ടേൺ ചെയ്യാണ്. എവിടെ ഇല്ലാത്തൊരു സംവിധാനം അത്. ഇത് സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു യു ടേൺ സംവിധാനം ഇൻ്റർനാഷണൽ ലെവലിലും എല്ലാ ലെവലിലും ഉണ്ട്. നമ്മളെ എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വെച്ച് ചവിട്ടുക. ആരെ വന്ന് അവൻ്റെ ഇഷ്ടമാണ്. ബാക്കി എത്ര വണ്ടികളോ ആംബുലൻസ് അടക്കം ബാക്കിലുണ്ടോ അവർക്കൊന്നും ഒരു സ്വാതന്ത്ര്യം ഇല്ല, ഒന്നുമില്ല. അവ അവിടെ ചവിട്ടി നിർത്തും. ഇത് ഇവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ പോയതിൻ്റെ ശേഷം അവ ആയത്തിന് അങ്ങോട്ട് കയറും. അപ്പോഴേക്കും 2 വണ്ടി പോരുമ്പോഴേക്കും അടുത്ത വണ്ടി വന്നു. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടൂടെ? ഈ നെസ്റ്റോൻ്റെ അവിടെ ഒരു യു ടേൺ അടിക്കാൻ സംവിധാനം ആക്കിക്കൂടെ? എന്താ പറ്റായ? എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇങ്ങനെ യു ടേൺ അടിച്ചിട്ടാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാറും. അപ്പോൾ നമ്മൾ അവിടുന്ന് വരുമ്പോൾ ഒരു യു ടേൺ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സഫാരിയുടെ അവിടെ യു ടേൺ കൊടുത്തിട്ട് സംവിധാനം ചെയ്യണം. അപ്പോൾ ഈ ബ്ലോക്ക് കുറേ ഒഴിവാവില്ലേ? എടപ്പാളിൻ്റെ ബ്ലോക്ക് പ്രധാനമായിട്ട് ഈ നെസ്റ്റോ വന്നതിൻ്റെ ശേഷമാണ് കൂടിയത്. എല്ലാ റോഡിലെയും ബ്ലോക്ക് ഈ നെസ്റ്റോൻ്റെ ഒരു യു ടേൺ സംവിധാനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മാറുന്നതായിരിക്കും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. പിന്നെ നമ്മളെ പൊന്നാനിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ ആ പാലത്തിൻ്റെ അടിയിലിട്ട് തിരിക്കുന്നു. അവിടെ തന്നെ 3 ബസ്സുകൾ ഒപ്പം വന്ന് ആളെ ഇറക്കുന്നു, അവിടെ ഇട്ട് തിരിക്കുന്നു, മൊത്തം ബ്ലോക്കാവുന്നു. സ്റ്റാൻഡ് വരാൻ സമയമെടുക്കും. എന്തായാലും ഇപ്പോൾ ഈ ചർച്ചയിൽ നമുക്ക് ഇവിടുത്തെ ഭരണകർത്താക്കളും കാര്യങ്ങളൊക്കെയുള്ള സംവിധാനങ്ങൾ എല്ലാ ഭരണകർത്താക്കളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. അവർ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ബ്ലോക്ക് എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഒഴിവാക്കിക്കൂടെ? ആ സംവിധാനത്തിലേക്ക് താൽക്കാലികമായി അങ്ങനെ ഒന്ന് പോയിക്കൂടെ? നമുക്ക് ആലോചിച്ചൂടെ? ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും ഉണ്ട്, ഭരണകർത്താക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊരു ചർച്ച മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയും. അതൊരു ക്രിയാത്മകമായ നിർദ്ദേശം തന്നെയാണ്. അതോടൊപ്പം ബസ് ഉടമ സംഘത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു ആവശ്യത്തോട് താങ്കൾ പ്രതികരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ബസ്. ഇപ്പോൾ ഇവിടെ ചില ആളുകൾ സൂചിപ്പിച്ചതുപോലെ 150 ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു പൊന്നാനി താലൂക്കിൽ 100ഓളം ബസ്സുകൾ എടപ്പാൾ കേന്ദ്രീകരിച്ചിട്ട് തന്നെ ബസ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ എടപ്പാളിൽ നിന്ന് കൂറ്റനാട്ടേക്കും നടുവട്ടം വഴി അതുപോലെ തന്നെ കോലമ്പിലേക്കും അത്താണിയിലേക്കും എടപ്പാളിൽ നിന്ന് തന്നെ സർവീസ് നടത്തുന്നുണ്ട്. ഇത് ഇപ്പോൾ നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ അവിടെ വന്ന് ഈ ടൈം മുഖേനയാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. ആ ടൈം നടത്തുന്ന സമയത്ത് അവിടെ വെച്ച് തിരിച്ചു പോകേണ്ട, അപ്പം തന്നെ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തിരിച്ചു പോകേണ്ട വണ്ടികളൊക്കെ ഉണ്ട്. അത് പല രീതിയിലുള്ള സർവീസ്, അത് ടൈമിംഗ് കോൺഫറൻസ് നടത്തിയിട്ട് അങ്ങനെ കൊടുക്കുന്ന. പക്ഷേ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അനുഭവിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ബസ്സാണ്. കാരണം ഇപ്പോൾ 4 റൂട്ടിലും ബസ് വന്ന് നിർത്തിയാൽ ഒരു 1/2 കിലോമീറ്റർ ഒരു യാത്രക്കാരൻ നടന്നിട്ട് വേണം. ഇപ്പോൾ പൊന്നാനി പട്ടാമ്പിൽ നിന്ന് ഒരു കുറ്റിപ്പുറം പോണ ഒരാളാണെങ്കിൽ പൊന്നാനിക്ക് പോണ ബസ് എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങിയിട്ട് കുറ്റിപ്പുറത്ത് പോകണമെങ്കിൽ 1/2 കിലോമീറ്റർ വേണം. അത് 4 റൂട്ടിലും 1/2 കിലോമീറ്റർ നടന്നു പോകേണ്ട സ്ഥിതിയാണ്. മാത്രമല്ല ടൗൺ വികസിച്ചതിൻ്റെ ഭാഗമായി ഈ പീടികകളുടെ മുമ്പിലെ ബസ് നിർത്താൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പീഡിയക്കാരനേറ്റും അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാരനേറ്റും ഈ 2 വീലറിനേറ്റും ഇത് ടൈമിന് പോകേണ്ട സാധനമാണ്. ഇത് പോകാൻ പറ്റാത്ത ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് പ്രൈവറ്റ് ബസ്സുകാർ. ഈ ലോക്കൽ ബസ്സുകൾ തന്നെ 150ഓളം ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ആ സർവീസ് നടത്തുന്നത് യാതൊരു വിധത്തിലും കഴിയാത്താണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഒരു അക്വിസിഷൻ നടത്താൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ല. പകരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ അവരുടേതായ പ്രൈവറ്റ് രീതിയിലുള്ള ഒരു എത്രയും പെട്ടെന്ന് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും കൂടി തന്നെ യോജിച്ച് എത്രയും പെട്ടെന്ന് അതിനൊരു സംവിധാനം ഉണ്ടാക്കാനും നിങ്ങൾ ഇത്തരം ഒരു ചർച്ചയ്ക്ക് വന്ന നിങ്ങളോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെ പരിഹാര നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളുണ്ട്. വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധി, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഈ പ്രകാശുണ്ട്. എങ്ങനെയാണ് 90കളുടെ ആദ്യത്തിലാണ് തോന്നുന്നു ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട എടപ്പാളിൽ ഇങ്ങനെ ചർച്ച വളരെ സജീവമായി നിലനിന്നിരുന്നത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കാത്തത് നമ്മുടെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടമായി തന്നെ നമുക്കത് കരുതാം. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് അനിവാര്യമാണ്. ആ ബസ് സ്റ്റാൻഡിനുള്ള അടുത്ത വഴികൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം.
നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അക്വിസിഷനിലേക്ക് പോകാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ സ്വകാര്യ വ്യക്തികളുമായി സഹകരിച്ചുകൊണ്ട് ഒരു ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു യാത്ര നമുക്ക് ആരംഭിക്കാനുള്ള ശ്രമം നടത്തി നോക്കാമെന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നമുക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ഈ ഒരു ബസ് സ്റ്റാൻഡ് വന്നത് മാത്രമല്ല എടപ്പാളിലെ പ്രശ്നം. എടപ്പാൾ എന്ന പട്ടണം, എടപ്പാൾ ടൗൺ വികസിച്ചു വന്നു. ഇനിയും ഇവിടെ ഇനി മുന്നോട്ട് നമ്മൾ വികസിച്ച പട്ടണത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടേക്ക് വരുന്ന പ്രദേശവാസികളായ അല്ലെങ്കിൽ എടപ്പാൾ പട്ടണത്തെ ആശ്രയിച്ചുകൊണ്ട് എടപ്പാൾ പട്ടണത്തിലേക്ക് വരുന്ന പ്രദേശവാസികൾക്ക് ടൗണിലേക്ക് സൗകര്യപൂർവ്വം വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഭരണകൂടത്തിനും സാധിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അവിടെ ഇപ്പോൾ തന്നെ നമുക്കറിയാം ബസ് സ്റ്റാൻഡുകൾ ഇല്ലാത്തതിൻ്റെ വിഷമം നമുക്കറിയാം. ബസ്സുകൾ ജംഗ്ഷനിലിട്ട് തിരിക്കുക, റൗണ്ട് അബൌട്ടിലിട്ട് തിരിക്കുക, പാർക്കിംഗ് ചെയ്യാൻ വേണ്ടത് പാർക്ക് ചെയ്യുക, ഇതിനൊക്കെ സാഹചര്യം ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രയാസമാണ്. ഈ ബസ് സ്റ്റാൻഡ് വരിക അല്ലെങ്കിൽ ബസ്സുകൾ നിയന്ത്രിക്കുക എന്നതോടൊപ്പം തന്നെ അതിനുപരിയായി നമ്മൾ ആവശ്യമായ അനിവാര്യമായ നമ്പറിനേക്കാൾ കൂടുതൽ പെർമിറ്റ് കൊടുത്തുകൊണ്ടുള്ള ഓട്ടോറിക്ഷകളുടെ ബാഹുല്യവും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങൾക്ക് എടപ്പാളിലേക്ക് വന്ന് ഒരു നടന്നു പോകാൻ വരെ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യമാണ് ടാക്സികളെ കൊണ്ടും ഓട്ടോറിക്ഷകളെ കൊണ്ടും ബസ്സുകളെ കൊണ്ടും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് സത്യം. അത് ബസ് സ്റ്റാൻഡ് രൂപീകരിച്ചാൽ ബസ്സുകളുടെ പ്രശ്നം തീരും. അതിനൊപ്പം തന്നെ കേരള വിഷൻ ഇത്തരമൊരു ചർച്ച മുന്നോട്ട് വെച്ചത് തീർച്ചയായും സ്വാഗതാർഹമായൊരു കാര്യമാണ്. എടപ്പാളിൻ്റെ ട്രാഫിക്കിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയായി കൂടെ ഈ ചർച്ചയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് കൂടെ ഉള്ള ഒരു നിർദ്ദേശം ഞാൻ ഈ കേരള വിഷന് മുന്നേ വയ്ക്കുക കൂടി ചെയ്യുകയാണ്. തീർച്ചയായും നമുക്ക് ഈ വിഷയത്തിൽ ക്രിയാത്മകമായിട്ടുള്ളൊരു ചർച്ച തന്നെ വേണം. നമുക്ക് ഓരോരുത്തരുടെയും അഭിപ്രായം ഈ ചർച്ചയിൽ ആവശ്യമാണ്. നമുക്ക് ആദ്യം തന്നെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ഓരോരുത്തരായ പത്തിൽ അഷ്റഫ് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. ഇവിടെ പലരും പറഞ്ഞ പോലെ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പോരായ്മ അത് ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന കേരള വിഷൻ അതിൻ്റെ പ്രതിനിധികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. 95 മുതൽ 2005 വരെ ഈ ചർച്ച വളരെ സജീവമായി നമ്മുടെ എടപ്പാൾ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുണ്ട്. അന്നത്തെ ഇവിടുത്തെ പ്രാദേശിക ദൃശ്യമാധ്യമങ്ങളും മറ്റു പത്രമാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും നീണ്ട ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന പരമ്പരകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2002 ജനുവരി മാസം 15-ാം തീയതി വിനീതനായ ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ അന്നത്തെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്ന CF തോമസ് മുഖേന ഒരു പ്രപ്പോസൽ കൊടുത്തിരുന്നു. ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഗ്രാമവികസന വകുപ്പിൻ്റെ കൈവശമുള്ള ഭൂമിയിൽ നിന്ന് 75 സെൻറ്റ് സ്ഥലം ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിലേക്കായിട്ട് വിട്ടുതരാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് നമ്മളിത് പ്രപ്പോസൽ നൽകിയത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് അവിടുന്ന് കിട്ടിയ മറുപടി ഗ്രാമവികസന വകുപ്പിൻ്റെ സ്ഥലം ഉപയോഗപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിന് ബസ് സ്റ്റാൻഡ് ഫംഗ്ഷൻ ചെയ്യാനുള്ള അധികാരമില്ല. എന്നാൽ പിന്നെ അത് ആര് ഫംഗ്ഷൻ ചെയ്യും? അത് ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തീരുമാനമെടുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ സമ്മതത്തോടെ കത്തൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കിട്ടിയ ഒരു മറുപടി, ഇന്ത്യയിൽ എവിടെയും ഗ്രാമവികസന വകുപ്പിൻ്റെ സ്ഥലം മറ്റൊരു ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ടല്ലാത്ത ഒരു പ്രപ്പോസലിന് വേണ്ടി ഒരു പദ്ധതിക്ക് വേണ്ടി കൊടുത്തതായിട്ട് ഇല്ല, അതുകൊണ്ട് അങ്ങനെ വിട്ടുതരാൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടി കിട്ടിയത്. പിന്നെ തുടർന്ന് ചെയ്യേണ്ടിയിരുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരു ഉന്നതതല യോഗം വിളിച്ച് ആ നിലയ്ക്ക് ഇതിനെ കൊണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അന്നത്തെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ ഗവൺമെൻറ് ഒട്ടും വൈകാതെ തന്നെ അധികാരം വിട്ടൊഴുകുകയും പിന്നീട് ഈ സംവിധാനങ്ങളിലൊക്കെ മാറ്റങ്ങൾ, രാഷ്ട്രീയമായ മാറ്റങ്ങൾ വന്നു. ആദ്യം അവിടെ അവസാനിച്ചു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ എടപ്പാളിലെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഈ ഒരു സ്വപ്നം ഇതൊരു അടഞ്ഞ അധ്യായമല്ല. ധാരാളം സാധ്യതകൾ ഇനിയും ഇത് യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. 3 തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് വെക്കാൻ കഴിയും. ഒന്ന്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിലെ സ്ഥലം ഉപയോഗപ്പെടുത്തി ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം. അത് എഴുത്തുകുത്തുകൾ കൊണ്ട് മാത്രം സാധിക്കില്ല. തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട MLA മുൻകൈയെടുത്ത് ഗ്രാമവികസന മന്ത്രിയുടെ അധ്യക്ഷതയിൽ
വകുപ്പ് തല യോഗം LSTD ഡിപ്പാർട്ട്മെൻറ്റെയും റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉന്നതരായ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് എടുക്കുന്ന ഉന്നതതല യോഗത്തിൻ്റെ ഭാഗമായി മാത്രമേ ഇനി ഇതിന് ജീവൻ വെപ്പിക്കാൻ കഴിയുള്ളൂ. മറ്റൊന്ന് BOT വ്യവസ്ഥയിൽ നമുക്കിത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഇന്ന് രാജ്യത്തുടനീളമുള്ള പല വികസനങ്ങളും BOT വ്യവസ്ഥയിലാണ്. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള നമുക്ക് അനുയോജ്യമായ ഭൂമികൾ കണ്ടെത്തി ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം. അതിന് ധാരാളം ആളുകൾ എടപ്പാൾ കേന്ദ്രീകരിച്ച് പൊന്നാനി തൃശ്ശൂർ റോട്ടിലും കോഴിക്കോട് റോട്ടിലും ഈ 2 റോഡിനെ കേന്ദ്രീകരിച്ചാണ് ഇതിന് കൂടുതൽ സാധ്യത ഉള്ളത്. ആ 2 റോട്ടിലുള്ള പല സ്വകാര്യ വ്യക്തികളും അതിന് മാനസികമായി തയ്യാറെടുത്തിട്ടുള്ള ആളുകളുണ്ട്. പലരും നമ്മളൊക്കെ സമീപിച്ചവരുണ്ട്. അവരെ സമീപിച്ച് നടത്താൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് നോക്കാവുന്നൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, നമുക്ക് ഭൂമി അക്വയർ ചെയ്തെടുത്തിട്ട് ഇത് നടത്താൻ കഴിയുമെന്നുള്ള കാര്യം. ഈ 3 നിർദ്ദേശവും നടപ്പിലാക്കാനുള്ള പരിശ്രമം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നടത്തുകയാണെങ്കിൽ ഈ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ ഒരു അധ്യായം ഇതൊരു അടഞ്ഞ അധ്യായമല്ല എന്ന് പത്തിൽ അഷറഫ് പറയുമ്പോൾ അതിനെ അനുകൂലിക്കാൻ ഏതൊക്കെ തരത്തിൽ നിർദ്ദേശങ്ങൾ? ഇവിടെ നേരത്തെ നേതാക്കൾ സൂചിപ്പിച്ച പോലെ എടപ്പാൾ വികസിച്ചു. ഇത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇതെന്നൊരു ദുഃഖമാണ്, ഒരു കണ്ണീരാണ്. ആരെയും കുറ്റപ്പെടുത്താനില്ല. നേരത്തെ ഇവരെല്ലാവരും സൂചിപ്പിച്ചു, ബ്ലോക്ക് അധ്യക്ഷനും അതേപോലെ സമരമൊക്കെ സൂചിച്ചു. ഞാൻ ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ ചോദിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടേക്ക് വരാൻ എവിടെ വന്നാൽ എവിടെ ഒരു ഇടമുള്ളത്, പ്രശ്നമുള്ളത്? ഞങ്ങൾക്ക് എന്നും കണ്ണീരാണ്, ദുഃഖമാണ്. ഞങ്ങൾ മുട്ടാത്ത വാദികളില്ല. ഞാൻ ഒരുപാട് കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഇതിപ്പോൾ 90 ഉള്ള കാലത്ത്, അത് ദേവടീച്ചറുള്ള കാലത്തൊക്കെ ദേവടീച്ചർ വെച്ചപ്പോൾ കുറേ എന്നൊരു ആത്മാർത്ഥമായിട്ടൊക്കെ അതേപോലെ എല്ലാവരും രാഷ്ട്രീയമായിട്ടൊക്കെ ഞങ്ങൾ നിലപെട്ടിട്ടുണ്ട്. പക്ഷെ എന്താ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സ്ഥലത്തിട്ട് തിരിക്കുന്നു, നിർത്തുന്നു, അവിടെ ബസ്സിന് യൂട്ടൈല്ല എന്ന് പറയുന്നു. അവിടെ ബസ് നിൽക്കുന്ന ആരെങ്കിലും സുഹൃത്ത് സൂചിച്ചപ്പോൾ അവർക്ക് അതിൻ്റെ ടൈം നാളെ ചെയ്യും. ആ ബസ് നിൽക്കുന്നത് കൊണ്ടുള്ള തടസ്സം. ഇപ്പോൾ ഞങ്ങൾക്ക് ശനി ഞായറും ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഒരു ഹോസ്പിറ്റൽ കേസൊന്നും വരില്ലെന്ന് ചോദിച്ചു. ആംബുലൻസ് നിൽക്കുന്നത്. ഇതെല്ലാം ഒരു പരിഹാരം ഏത് രീതിയിലാണ് കാണണമെന്നാണ് എനിക്ക് ഒരു പറയാനുള്ളത്. അതിന് കേരള വിഷയ ചർച്ച കൊടുന്നതിൽ കൂടുതൽ ചർച്ചയിലേക്ക് വരണമെന്ന്. സ്റ്റാൻഡ് വരുന്നതോടുകൂടി നഗരത്തിലെ ഗതാഗത പ്രശ്നത്തിനും ഒരു ശാശ്വത പരിഹാരമാവുമെന്ന് തോന്നുന്നു. എന്താ ആവശ്യമുള്ളത്? അത് നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേ കാലം മുമ്പ് ചിന്തിക്കേണ്ടായിരുന്നു. ബുദ്ധി വന്നില്ലാതെ കാര്യമില്ലല്ലോ. ഇവിടെ അവസരം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് വന്നില്ല? ഇവിടെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കില്ലേ? പഠിക്കേണ്ട കാര്യത്തിൽ മറ്റു കാര്യം ചിന്തിക്കുന്നത് എന്തുകൊണ്ട് വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഏത് ഭരണത്തിലിരിക്കുന്ന പഞ്ചായത്ത് അന്തര പഞ്ചായത്തല്ല ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല? ഈ നാടിൻ്റെ ഭാവിയെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് പ്രശ്നം തന്നെയാണ്. ഇത് നാടിൻ്റെ പ്രശ്നമാണ്, വ്യാപാരം മാത്രം പ്രശ്നമല്ല. ഒരു നാടിൻ്റെ പ്രശ്നം എന്നുള്ള നിലക്ക് തന്നെയാണ് കേരള വിഷൻ ഈ ചർച്ച ഏറ്റെടുത്ത് കൊണ്ടുപോയത്. എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തന രംഗത്തുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ? ഈ വിഷയം നിരന്തരമായി ഉന്നയിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ കാലഘട്ടം മുതൽ നമ്മൾ ഉന്നയിക്കുന്ന ഒരാളാണ്. 2019 മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്ക് ഇവിടുത്തെ MLAയും സ്ഥലമന്ത്രി, അന്ന് ഗ്രാമവികസന മന്ത്രിയാണ്, അദ്ദേഹത്തോട് നമ്മൾ ഈ വിഷയം ഉന്നയിച്ചതാണ്. കാരണം എടപ്പാളിൻ്റെ ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് നിലവിലെ അനിവാര്യതയാണ് ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിന് വേണ്ടി ഈ മേൽപ്പാലത്തോടൊപ്പം ഇപ്പം മേൽപ്പാലം പണി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം കുറ്റിപ്പുറം റോഡിൻ്റെയും തൃശ്ശൂർ റോഡിൻ്റെയും ഇടുങ്ങിയ സാഹചര്യം, അവിടെ നടന്നു വരാൻ പോലും പറ്റാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. പട്ടാമ്പി റോഡും പിന്നെ പൊന്നാനി റോഡാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ബസ് കയറുന്നതിൻ്റെ തടസ്സത്തെക്കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് തന്നെ നമ്മൾ നിരന്തരമായി അന്നത്തെ ഇവിടെ സ്ഥലം MLAയോട് പറയുന്ന ഇത് നടപ്പിലാക്കാൻ സാധിക്കും. ഇന്നും ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനങ്ങൾ MLA ഉൾപ്പെടെ നിലവിലെ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് MP ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിച്ച് നിലവിലെ എടപ്പാളിൻ്റെ അനിവാര്യത എന്ന നിലയ്ക്ക് എല്ലാ ജനങ്ങളെയും കൂട്ടുപിടിച്ച് ഇപ്പം നിലവിലെ ഒരുപാട് വഴികൾ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥലമായിക്കോട്ടെ, BOT അടിസ്ഥാനത്തിലായിക്കോട്ടെ, ഏത് തന്നെയായാലും ഈ ചർച്ച നിങ്ങൾ കൊണ്ടുവന്നത് വീണ്ടും നല്ല ഒരു ആശയം അല്ല, നിലവിലെ ജനങ്ങളുടെ മനസ്സിനകത്തെ വളരെ നടക്കില്ല എന്നൊരു സ്വപ്നമായിരുന്നു. പക്ഷെ അത് നടത്തണം എന്നൊരു നിശ്ചയദാർഢ്യം ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരിലേക്ക് വീണ്ടും ഉണർത്താൻ നിങ്ങളെ ചർച്ച സാധിച്ചു. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ പങ്കെടുത്ത മുഴുവൻ ജനപ്രതിനിധികളോടും പ്രിയപ്പെട്ട ഇവിടുത്തെ സ്ഥലം പ്രതിനിധികളോടും ഒക്കെ ഇതിൻ്റെ ചർച്ചയുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും 100% ഉണ്ടാകും. ഇനിയുള്ള പ്രവർത്തനത്തിൽ നിലവിൽ ബസ് സ്റ്റാൻഡ് എടപ്പാളിൻ്റെ അനിവാര്യതയാണ്.
തീർച്ചയായും ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങൾ ജനപ്രതിനിധികളെ നേരത്തെ കാണാൻ ഞങ്ങൾ പ്രവർത്തകരെത്തിയിരുന്നു. രാവിലെ ഞങ്ങൾ ജനങ്ങൾക്കിടയിലോട്ട് ഇറങ്ങിയപ്പോൾ എടപ്പാളിൻ്റെ ഓട്ടോ തൊഴിലാളികളായിട്ടും അതേപോലെ തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ നമ്മുടെ വ്യാപാരികളുടെ അടുത്തെല്ലാം ഞങ്ങൾ പോയിരുന്നു. ഇവരൊക്കെ ഞങ്ങൾ കാണാൻ പോയപ്പോഴെല്ലാം പറഞ്ഞത് 2 പഞ്ചായത്തുകൾ തമ്മിലുള്ളൊരു ചെറിയൊരു പ്രശ്നം ഇതിലുണ്ടെന്ന് പറയുന്നു. ആർക്ക് നമ്മുടെ ജനപ്രതിനിധികൾ കൂടെ തന്നെ ഉണ്ട്. ഇങ്ങനെ ഈ 2 പഞ്ചായത്തുകൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണോ ഈ ഒരു ബസ് സ്റ്റാൻഡ് വരാത്തത്? 2 പഞ്ചായത്തുകൾ തമ്മിലുള്ള അധികാര വടംവലിയോ തർക്കമോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ. ഇപ്പോൾ എടപ്പാൾ പഞ്ചായത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് പട്ടാമ്പി റോഡിൻ്റെ ഒരു സൈഡ് കുറച്ച് ഭാഗവും ചങ്ങരംകുളം റോഡിൻ്റെ കുറച്ച് ഭാഗവും പിന്നെ പൊന്നാനി റോഡിൻ്റെ ഒരു സൈഡും ആയിട്ടാണ് കിടക്കുന്നത്. എടപ്പാൾ പഞ്ചായത്തിൻ്റെ പരിധി വളരെ കുറച്ചുള്ളൂ എടപ്പാൾ ജംഗ്ഷനിൽ. പിന്നെ ഒരു ജോയിൻറ്റ് സംരംഭമായിട്ടൊക്കെ കൊണ്ടുവരേണ്ടത് എന്നെ സംബന്ധിച്ചൊന്നും നേരത്തെ ഒരു ചർച്ച നടന്നിട്ടില്ല. എന്തായാലും ഇതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, ഈ ഭൂമി കിട്ടണ്ടേ, അതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ ഈ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഈ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം അത് പിന്നെ അവർ തന്നെ ബസ് സ്റ്റാൻഡാക്കി അവിടെ ബിൽഡിങ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ടാക്കി ചില മാതൃകകൾ നമ്മുടെ കേരളത്തിൽ പല ഭാഗത്തും ഉണ്ടത്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അത് നമുക്കൊരു ശ്രമം ഇപ്പോൾ എല്ലാവരും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇന്നത്തെ നിങ്ങളുടെ ഈ ചർച്ച അതിന് കുറച്ചുകൂടി ഗുണം ചെയ്യും, അതിലേക്ക് വരിക, അങ്ങനെ ഇത് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഇവിടെ ഇപ്പോൾ ബസ് ഓണേഴ്സ് പറഞ്ഞ 60ഓളം ബസ്സുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നതുണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ ഒരു 10-20 കൊല്ലം മുമ്പ് അങ്ങനെ ഇല്ല. ഒക്കെ പൊന്നാനിന്ന് കുറ്റിപ്പുറത്തേക്ക് പൊന്നാനിന്ന് അങ്ങനെയാണ്. അതുകൊണ്ട് അത്ര വലിയ ഒരു ആഴത്തിലുള്ള ചർച്ച കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. ചെറിയ രൂപത്തിൽ ഇതുപോലെ ചർച്ചകൾ വന്നു എന്നല്ലാതെ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രതിസന്ധി. ഇപ്പോൾ മേൽപ്പാലം വന്ന് കുറേ ബ്ലോക്ക് ഒഴിവായി കിട്ടി. പഴയ കാലത്ത് എന്തായിരുന്നു, 4 റോഡിലും വാഹനം അവിടെ കിടക്കില്ലായിരുന്നു മണിക്കൂറുകളോ, അതൊക്കെ മാറി കിട്ടി. അപ്പോൾ ഈ ഒരു സംവിധാനം ഈ ഒരു ചർച്ചയും കൂടി നമുക്കൊരു ആവേശം പകരുന്നുണ്ട്. നമുക്കത് നോക്കുക, അല്ലാതെ അങ്ങനെ ഒരു വടംവലി ഇല്ല. തീർച്ചയായിട്ടും അധികാര വടംവലി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോഴും ഇപ്പോൾ പ്രഭാകരേട്ടൻ പറഞ്ഞതുപോലെ പണ്ടത്തെ ഒരു സാഹചര്യമല്ല. അന്ന് ഒരു കുറ്റിപ്പുറം പൊന്നാനി ഭാഗത്തോട്ട് മാത്രമുള്ള സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് കാലടി ചേകന്നൂർ ഇങ്ങനെ ഒരുപാട് ഏരിയകളിലേക്ക് ബസ് സർവീസ് വ്യാപിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് വട്ടംകുളം പഞ്ചായത്തിലാണ് ഇതിൻ്റെ ഒരു സിംഹഭാഗങ്ങളും ഈ എടപ്പാൾ ടൗണിൻ്റെ സിംഹഭാഗങ്ങളും വരുന്നത്? അപ്പോൾ ഈ ഒരു അഭിപ്രായത്തോടെ ഞങ്ങളിപ്പോൾ രാവിലെ മുതൽ ഇവിടെ എടപ്പാളിലുണ്ടായിരുന്നു. പൊന്നാനിയിൽ നിന്ന് എടപ്പാളിലേക്ക് ബസ്സിൽ യാത്ര ചെയ്ത് ബസ്സിലെ യാത്രക്കാരുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു ചർച്ചയിലേക്ക് എത്തിയത്. അപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം എപ്പോഴെങ്കിലും ഉയർന്നിട്ടുണ്ടോ, ഈ 2 പഞ്ചായത്തുകൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഒരിക്കലുമില്ല. പഞ്ചായത്തുകൾ തമ്മിലൊരു വിഷയത്തിന് വടംവലിയുടെ ആവശ്യം ഇതിലില്ലല്ലോ. ഒരു ജനകീയ പ്രശ്നമല്ലേ ബസ് സ്റ്റാൻഡ് വരിക എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 22 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ചർച്ച ഇവിടെ ഉയർന്നു വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ നമ്മളൊരു ജനസാന്ദ്രതയും അതുപോലെ തന്നെ അന്നത്തെ വാഹനങ്ങളുടെ ഒരു കുറവും ഇന്നത്തെ അതിന് എത്രയോ മുകളിലാണിന്ന്. നേരത്തെ സൂചിപ്പിച്ചു അന്ന് 5 ബസ്സായിരുന്നു, ഇന്ന് 60 ബസ്സാണ്. അന്ന് ഒരു വീട്ടിലൊരു വാഹനം തികച്ചുണ്ടായിരുന്നില്ല. ഇന്ന് ഒരു വീട്ടിൽ 5 വാഹനം 3 വാഹനമുള്ള വീടുകൾ ഇഷ്ടം പോലെയാണ്. അതൊക്കെ നിരത്തിലൂടെ പോവുകയാണ്. പിന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കടകൾ മാത്രമാണ് എടപ്പാൾ ചുക്കത്ത് 22 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് എടപ്പാളിലോട്ട് എത്രയോ അടുത്തടുത്തുള്ള കടകൾ ഇഷ്ടംപോലെ വലിയ വ്യാപാര സംരംഭങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെ രീതിയിലേക്കൊന്നും ഈ വിഷയത്തെ കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടോ അതിൻ്റെ പിന്നാലെ പോകാൻ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ തയ്യാറാണ്. തീർച്ചയായും നമുക്ക് എടപ്പാളിൽ മേൽപ്പാലം വരാൻ ഒരുപാട് കാലം നമ്മൾ കാത്തിരുന്ന് ഒടുവിൽ മേൽപ്പാലം വന്നു. മേൽപ്പാലം വന്നിട്ടും നമുക്കൊരു ബസ് സ്റ്റാൻഡ് എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് ഇവിടുത്തെ മാധ്യമപ്രവർത്തകനുണ്ട്, നമ്മുടെ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഇദ്ദേഹം ചിലപ്പോൾ നിരവധി തവണ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് വാർത്ത ചെയ്യും, നിരവധി ഇതിനെക്കുറിച്ച് പഠിച്ചൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയുക? എടപ്പാളിൻ്റെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ട കേരള വിഷനെ ആദ്യമായി എടപ്പാൾ പ്രസ് ക്ലബിൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എടപ്പാളിലെ ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യം എന്നതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പലരും സൂചിപ്പിച്ചു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി എടപ്പാളിൽ ബസ് സ്റ്റാൻഡ് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച്. നേരത്തെ പ്രസിഡന്റ് രാമകൃഷ്ണേട്ടൻ സൂചിപ്പിച്ചത് ഏതാണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ കെട്ടിടം നിലനിൽക്കുന്ന 75 സെൻറ്റ് സ്ഥലത്ത് ഏതാണ്ട് 40 സെൻറ്റ് സ്ഥലം
മിനി സിവിൽ സ്റ്റേഷനായി വിട്ടു നൽകി. ശേഷിക്കുന്ന 35 സെൻറ്റ് ശരിക്ക് ഒരു ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ 35 സെൻറ്റ് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നമുക്കൊരു ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വിവിധങ്ങളായ വകുപ്പുകളുടെ കെട്ടിടങ്ങളാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ വ്യത്യസ്തമായ വകുപ്പുകളുടെ ഒരു ഏകോപനം ഉണ്ടാക്കുകയും ഈ താഴെ നിലയിൽ നമ്മൾ തൊട്ടടുത്ത പ്രദേശമായ കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡ്, ആ കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡ് നമുക്കൊരു മാതൃകയായി എടുക്കാവുന്നതാണ്. താഴെ നിലയിൽ ബസ് സ്റ്റാൻഡും അതിൻ്റെ മുകളിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന മാതൃകയിലാണ് കോട്ടയ്ക്കലിലെ ബസ് സ്റ്റാൻഡ് വരുന്നത്. തീർച്ചയായും ആ മാതൃക കടമെടുത്തുകൊണ്ട് നമുക്ക് താഴെ നിലയിൽ ഈ 35 സെൻറ്റ് സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് പണിയുകയും അതിൻ്റെ മുകളിൽ ഈ വിവിധങ്ങളായ വകുപ്പുകളുടെ കെട്ടിടങ്ങൾ സജ്ജീകരിക്കുകയാണെങ്കിൽ ഈ ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം അധികം വൈകാതെ തന്നെ നമുക്ക് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. വിവിധങ്ങളായ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാകണം. നേരത്തെ 10 ലക്ഷം രൂപ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രാമവികസന വകുപ്പിൻ്റെ സ്ഥലമാണ്, അത് നമുക്ക് ഈ ആവശ്യത്തിനായി വിട്ടുകിട്ടേണ്ടതുണ്ട്. തീർച്ചയായും ഈ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകണം, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നേരത്തെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ബസ് സ്റ്റാൻഡ് വരുന്നതിന് തീർച്ചയായും ഈ പറയുന്ന ക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് കാലതാമസം എടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ സമയം വരെയെങ്കിലും എടപ്പാളിലെ വ്യാപാരികളുമായി സഹകരിച്ചുകൊണ്ട് എടപ്പാളിൻ്റെ 4 റോഡുകളിലും അടിയന്തരമായി ഒരു ബസ് ഷെൽട്ടറെങ്കിലും പണിയുന്നതിന് ഒരു അടിയന്തരമായ ഇടപെടലാണ് ഇപ്പോൾ ആദ്യം വേണ്ടത്. നമുക്കറിയാം 4 റോഡുകളിലും മഴയാണെങ്കിലും വെയിലാണെന്നുണ്ടെങ്കിലും ആളുകൾ ഇത് സഹിച്ചുകൊണ്ട് ബസ് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും അടിയന്തരമായി നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ചില വ്യാപാരികളാണ് അവരുടെ ഷോപ്പിന് മുന്നിൽ ഇത്തരത്തിലുള്ള ബസ് ഷെൽട്ടറുകൾ വരുമ്പോൾ തടസ്സമായി നിൽക്കുന്നത്. അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി പിന്തുണയോടുകൂടി ആ ബസ് ഷെൽട്ടർ പൂർത്തീകരിക്കുകയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശേഷിക്കുന്ന 35 സ്ഥലം ഈ ആവശ്യത്തിലേക്കായി ഏറ്റെടുത്ത് അതിനു മുകളിൽ ഒരു മൾട്ടി കോംപ്ലക്സ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറി കോംപ്ലക്സ് പണിതുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങളെല്ലാം അതിലേക്ക് മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് എടപ്പാൾ പ്രസ് ക്ലബിന് ഈ വിഷയത്തിൽ നിർദ്ദേശിക്കാനുള്ളത്. തീർച്ചയായിട്ടും ക്രിയാത്മകമായിട്ടുള്ളൊരു നിർദ്ദേശമാണ്. അതോടൊപ്പം നമ്മുടെ വാർഡ് അംഗമായിട്ടുള്ള ES സുകുമാരൻ എങ്ങനെയാണ് ഈ ഒരു ആവശ്യത്തോട്? എന്തായാലും ഒരു ഇരുളടഞ്ഞ കിടന്നിരുന്നിടത്തേക്ക് ഒരു ചർച്ച കൊണ്ടുവന്ന കേരള വിഷനെ ആദ്യമായി എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതിപ്പോൾ അനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഏകീകരണത്തോട് കൂടിയിട്ട് നമുക്ക് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ മാതൃക പോലെ ഒരു ശ്രമം നടന്നിച്ചാൽ നല്ലൊരു തീരുമാനമാണ്. പക്ഷെ അതിന് എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇത്രയും കാലം ഇത് നടക്കാതിരുന്നത് കാരണം എല്ലാ ടൗണുകളിലും ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത സ്ഥലങ്ങളില്ല. പക്ഷേ എടപ്പാളിൽ നമുക്കത് എല്ലാം ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ഇപ്പോൾ അടുത്ത ഒരു 5-10 വർഷം ഇങ്ങോട്ട് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എടപ്പാളിൻ്റെ വികസനം വളരെയധികം മുന്നോട്ട് പോയിക്കാണ്. വലിയ വലിയ കുത്തക കമ്പനികളുടെ സ്ഥാപനങ്ങൾ വന്ന് മറ്റേ എടപ്പാളിൽ നിന്ന് 5 ബസ്സായിരുന്നു വെച്ചെന്ന് പറഞ്ഞ പോലെ ഇന്ന് എടപ്പാളിൽ ഇപ്പോൾ നെസ്റ്റോ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നത് ഒരുപാട് ദൂരങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളായിട്ടും അതുപോലെ തന്നെ ഇന്നൊരു വീട്ടിൽ 2-3 വാഹനങ്ങളുള്ള രീതിയിലുള്ള വാഹനങ്ങളുടെ പെരുപ്പം. ഇനിയിപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് വരുന്നത് വരെ നമുക്ക് ബസ് സ്റ്റാൻഡ് വരാൻ സമയമെടുക്കും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം എടപ്പാൾ ടൗണിലായാലും ഏത് റോട്ടിലായാലും ഒരാൾക്ക് നടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ബൈക്കുകൾ പാർക്ക് ചെയ്യുകയും ഫുട്പാത്തിൻ്റെ മേലെ കാറായാലും മറ്റായാലും കയറ്റി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് കുറ്റിപ്പുറ റോട്ടിൽ നോക്കാം. കുറ്റിപ്പുറ റോട്ടിൽ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് കിടക്കുകയാണെങ്കിൽ ആ ബിൽഡിംഗ് വർക്കിൻ്റെ മെറ്റീരിയൽസ് മുഴുവൻ കിടക്കുന്നത് ഫുട്പാത്തിലായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്യും. ആ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെയാണ് പൊതുജനം കാൽനട യാത്രയായി പോവുകയും അതിൻ്റെ ഭാഗമായി നിരവധി അപകടങ്ങൾ എടപ്പാളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുട്പാത്തെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് കാൽനട യാത്രയ്ക്ക് തടസ്സമില്ലാത്ത രീതിയിൽ അത് പോലീസിൻ്റെ നല്ല ഒരു ഇടപെടൽ അത് ആ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒരു പരിധി വരെ അതിനെ നിയന്ത്രിച്ചാൽ കുറച്ചും കൂടി നല്ല ഒരു ഇതുണ്ടായിരിക്കും. ബസ് സ്റ്റാൻഡ് എന്നുള്ളത് നമ്മുടെ ഒരു
സ്വപ്നമാണ്. അത് തീർച്ചയായിട്ടും അത് നടത്തിക്കൊണ്ടുപോകേണ്ടത് അതിൻ്റെ കാര്യങ്ങളായിട്ട് ഒത്തുകൊണ്ട് എല്ലാവരുടെയും നമ്മുടെ ഒരു ഒരു നല്ല ഒരു വികസനത്തിന് ഒരു മാതൃകാപരമായ ചർച്ച സംഘടിപ്പിച്ചാൽ നന്ദി. മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് കൂടുതൽ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ഉണ്ട് കൂട്ടത്തിൽ. നമുക്ക് നമ്മുടെ നഗരത്തിൻ്റെ സ്പന്ദനം അറിയുന്ന നമ്മളൊരു കൂടുതൽ നമ്മളെന്നും നമ്മുടെ എടപ്പാൾ ടൗണിൽ കാണുന്ന ഓട്ടോ തൊഴിലാളി കൂടെയുണ്ട്. ഓട്ടോ തൊഴിലാളികളുടെ ജനപ്രതിയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് എന്താണ് നിങ്ങളുടെ ഈ ഒരു എടപ്പാളിൽ ബസ് സ്റ്റാൻഡ്, അത് നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? എൻ്റെ പേര് രാജീവ്. ഞാൻ എടപ്പാൾ CIT ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. ഓട്ടോ പ്രതിനിധി നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ആദ്യമായിട്ട് കേരള വിഷൻ ചാനലിന് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ അടഞ്ഞുപോയ ഇരുളടഞ്ഞു കിടക്കുന്ന ഈ ഒരു പദ്ധതിയെ പൊന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു ഡിബേറ്റോട് സംഘടിപ്പിച്ചതിന് ആദ്യം ആശംസ അറിയിക്കുകയാണ്. 25 വർഷം അല്ലെങ്കിൽ 95 മുതൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നും ഇവിടെ പ്രാദേശിക ഭരണകൂടങ്ങളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, സന്നദ്ധ സംഘടനകളും ക്ലബ്ബ് ഭാരവാഹികളും അങ്ങനെ സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് മേഖലയിലുള്ള ആളുകളോട് പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് മുതലേ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് അന്ന് കൊണ്ടുവരാൻ സാധിച്ചില്ല? ഇന്ന് നമുക്കൊരു ബസ് സ്റ്റാൻഡിന് സ്ഥലം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ ഈ 50 ലക്ഷം 60 ലക്ഷം സെൻറ്റിന് കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അത് നടക്കാത്തൊരു സ്വപ്നം മാത്രമായിട്ട് വീണ്ടും അണയാൻ പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സ്വകാര്യ വ്യക്തികളെ കണ്ടെത്തി അവരെ കൺവിൻസ് ചെയ്ത് അവരോട് സംസാരിച്ച് അവർ പറയുന്ന വാടക കൊടുത്ത് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അവരെ കീഴ്പ്പെട്ട് ഒരു ബസ് സ്റ്റാൻഡ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതും നടക്കുന്ന കാര്യങ്ങളല്ല. കാരണം അവർക്ക് മുതലാവാത്തൊരു കാര്യത്തിന് അവർ വരില്ലല്ലോ. എന്തായാലും ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ അവർ അതിന് തയ്യാറാവണം. ആ തയ്യാറാവാത്തോടത്തോളം കാലം അവർ ആ സ്ഥലം വിട്ടു നൽകാനോ കാര്യമൊക്കെ പോകുന്നില്ല. അപ്പോൾ ഇതെന്നും ഇങ്ങനെ പോകും. ഇത് ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ സംഭവിച്ചുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഈ 95 കാലഘട്ടം മുതൽ ഈ സംരംഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ടി ഇവിടെ ഇടപെടൽ നടത്തുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അന്ന് 5 ബസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ 5 അല്ല 500 ബസ്സിൻ്റെ വികസനം വരും എന്നുള്ള ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ സംഭവിച്ചുള്ള വീഴ്ചയാണത്. അത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോ ആരും കുറ്റം പറയുന്നതല്ല. നമുക്ക് ഭരിക്കുന്ന പാർട്ടികൾ ആരായാലും രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു ദീർഘവീക്ഷണം വേണം. നമ്മുടെ നാട് വികസിക്കേണ്ടതാണ്, നമ്മുടെ തലമുറകൾക്ക് ജീവിക്കേണ്ടതാണ്. വാഹനങ്ങൾ പെരുകും, സമൂഹം പെരുകും. നമ്മളുടെ വീട്ടിൽ പണ്ട് കൂട്ടുകുടുംബമായിരുന്നു. ആ കൂട്ടുകുടുംബത്തിൽ നിന്ന് ന്യൂക്ലിയർ ആയിട്ടുള്ള കുടുംബങ്ങളായി മാറി. അവിടെ അച്ഛനും അമ്മയും 2 മക്കളോട് നമ്മളെ വീട് ഇടിച്ചു പൊളിച്ച് നമ്മൾ ചെറിയ ഒരു കെട്ടിടമാക്കി മാറ്റില്ലല്ലോ. നമ്മൾ മുന്നോട്ട് ചിന്തിക്കുന്ന രീതിയിലേക്കാണ് മാറുള്ളൂ. അപ്പോൾ ബസ് സ്റ്റാൻഡ് വരിക എന്നുള്ളത് വലിയൊരു ആഗ്രഹം തന്നെയാണ്. നമ്മുടെയൊക്കെ വളരെ സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതിന് പിന്നെ ഒരു ബസ് സ്റ്റാൻഡ് വന്നാൽ ഇവിടുത്തെ പ്രശ്നം തീരും തോന്നുന്നുണ്ടോ? ഒരു ബസ് സ്റ്റാൻഡ് വന്നാൽ ഇവിടുത്തെ പ്രശ്നം തീരില്ല. കാരണം എന്താ? ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൻ്റെ ഇടപെടൽ വളരെ മോശമാണ്. ഇപ്പോൾ ഈ എടപ്പാൾ മേൽപ്പാലം ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ് നമ്മുടെ എടപ്പാൾ മേൽപ്പാലം വരികയും അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ എടപ്പാൾ വികസനം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ പാലം ഉദ്ഘാടനത്തിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു മാസങ്ങൾക്ക് മുന്നേ ഒരു ചർച്ചയിൽ കൂടെ ഈ പാലം വന്നു കഴിഞ്ഞാൽ ബസ്സുകൾ നിർത്തേണ്ടതിനൊരു അടിസ്ഥാന മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇല്ലേ? ഇന്ന് ആ ബസ്സുകൾ നിൽക്കുന്ന എവിടെയാണ്? ഇവിടെ ഇപ്പോൾ ബസ് സ്റ്റാൻഡ് വരികയായിരിക്കും ചെയ്യട്ടെ. അത് വരുമ്പോൾ നമുക്ക് സന്തോഷം ആഗ്രഹിക്കാം. എനിക്കൊരു 2 മിനിറ്റ് സമയം തരണം ആഗ്രഹിക്കാം. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ പ്രശ്നം 3 പോലീസുകാരുണ്ടായ തീരാവുന്ന വിഷയമുള്ളൂ നമ്മുടെ എടപ്പാൾ ടൗണിലെ ബ്ലോക്ക് ഒഴിവാൻ. എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ ഒരു ബസ് കൂടെ നിർത്തി കഴിഞ്ഞാൽ, ലോക്കൽ ബസ് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് മറ്റേ ലോങ് ബസ് കൂടെ നിർത്തും. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വാഹനത്തിന് കയറി പോകാൻ സാധിക്കുന്നില്ല. അതേ അവസ്ഥയാണ് കുറ്റിപ്പുറം റോഡിലും. അവിടെ 2 അറ്റത്തും ഓരോ പോലീസുകാരെ കൊണ്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം തീരോടെ. അത് ചെയ്യുന്നില്ല. നമ്മൾ എത്ര വികസനം വരുത്തിയാലും അത് നടപ്പിലാക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടാവണം, ഫോളോ അപ്പ് ഉണ്ടാവണം, പിന്തുടർച്ച ഉണ്ടാവണം. അതുണ്ടാവില്ല. നെസ്റ്റോ മാളിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. നെസ്റ്റോ മാളിൻ്റെ വിഷയം, നെസ്റ്റോ മാൾ വന്നു, ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നു, ഒരുപാട് തൊഴിൽ കിട്ടി. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊരു വിഭാഗം കഷ്ടപ്പെടുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നെസ്റ്റോ മാളിലേക്ക് വരുന്ന വാഹനങ്ങൾ കടക്കുമ്പോൾ അവിടെ ഉള്ളിൽ ബ്ലോക്കാണെങ്കിൽ പാർക്കിംഗ് സൗകര്യം ഇല്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റിക്കാർ കൈകാട്ടി നിർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വരുന്ന വാഹനങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡാണിത്. ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആംബുലൻസുകളും ചെറുകിട വാഹനത്തിൽ വരുന്ന രോഗികളെ നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ബ്ലോക്കിൽപ്പെട്ട അവസ്ഥ നമുക്ക് ദയനീയ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. ഞാൻ ഓടുന്ന ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഈ മാളിലേക്ക് വരുമ്പോൾ നമ്മുടെ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഒരു 1 വേ സംവിധാനത്തിൽ കൂടെ, ഒരു യു-ടേൺ സംവിധാനത്തിൽ കൂടെ നമ്മുടെ സഫാരി ഗ്രൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കടന്നതിന് ശേഷം ഒരു യു-ടേൺ സംവിധാനത്തിൽ കൂടെ മാളിലേക്ക് വരാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതല്ലെങ്കിൽ അവർ നെസ്റ്റോ മാളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ടുകൊണ്ട് പറയണം, നിങ്ങളുടെ ഉള്ളിൽ ബ്ലോക്ക് സംവിധാനം ഇതില്ലേ, അവിടുത്തെ പാർക്കിംഗ് സൗകര്യം കഴിഞ്ഞാൽ പുറത്ത് ബോർഡ് വയ്ക്കുക, മാളിലേക്ക് വരേണ്ടവൻ എന്തായാലും വരും. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ കൂടെ മുന്നോട്ട് പോകണമെന്നാണ്. എന്തായാലും ഇങ്ങനെ ചർച്ച കൊണ്ടുവന്നതിൽ ഉള്ള സന്തോഷമുണ്ട്. എടപ്പാളിനെ സംബന്ധിച്ച് ഒരു അടഞ്ഞ അധ്യായമായിരുന്നു
ഇപ്പോൾ ഈ ചർച്ചയിൽ നടക്കുന്ന ബസ് സ്റ്റാൻഡ് ചർച്ച. കഴിഞ്ഞ 20 വർഷം മുന്നേ ഒരു ചർച്ച നടത്തി എങ്ങും എത്താത്ത ചർച്ചയാണെന്നാണ് നമുക്ക് ഇതിലറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് അതിന് ഫോളോ അപ്പ് ഇല്ലാതിരുന്നത്? നമുക്കറിയാം, 2 പഞ്ചായത്ത് എടപ്പാൾ പട്ടണം ഉൾക്കൊള്ളുന്നതാണ്. അതൊരു വലിയ വിഷയം തന്നെയാണ്. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ആ 2 പഞ്ചായത്തൊക്കെ എടുക്കുന്നത് ഒരു വിഷയം തന്നെയാണ്. പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിലും അതിൽ ഒരു നാഥനില്ലാത്ത കളരി എന്ന് വേണ്ടി പഴയ ആളുകൾ പറയുന്ന പോലെ പറയാൻ സാധിക്കും. ഇത് ആരെ ഇറങ്ങിത്തിരിക്കണം, ഇതിനു വേണ്ടിയിട്ട് ആരെ ഇറങ്ങിത്തിരിച്ചിട്ടില്ല. അതാണ് നമുക്ക് 20 വർഷമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഈ ചർച്ചയിലൂടെ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം തന്നെയുള്ളൂ. അതിന് വേണ്ട രീതിയിൽ സ്ഥലം കിട്ടാത്ത അവസ്ഥയൊന്നും വരില്ല. അത് വേണ്ട ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അധികാരികൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എടപ്പാൾ പട്ടണം എല്ലാവരും സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കാൻ ഈ കേരള വിഷൻ പോലുള്ള ചാനൽ തയ്യാറായത് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായും നമുക്ക് CPI പ്രതിനിധി പ്രഭാകരൻ ചേരുന്നുണ്ട്. ഇപ്പോൾ എടപ്പാൾ ടൗണിനെ കുറിച്ച് ഏകദേശം നമുക്കൊരു ചർച്ചയെടുക്കുന്നത് എന്താണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഈ ടൗണിൽ ഒരു ബസ് സ്റ്റാൻഡ് അനിവാര്യമായിരിക്കുന്നു സാഹചര്യം എന്താ? എടപ്പാളിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച കേരള വിഷനെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ 90കളിൽ മാത്രമല്ല ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ടിയുള്ള ചർച്ച ഉണ്ടായിട്ടുള്ളത്. രാഘവേട്ടൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന 70കളിലും അത്തരമൊരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് കല്ലുകടി എന്ന നിലയ്ക്ക് ചെറിയ രാഷ്ട്രീയ അസ്വാരസ്യം കൊണ്ടാണ് അത് മുടങ്ങിപ്പോയത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ വികസനത്തിനു വേണ്ടി പൊന്നും വില കൊടുത്ത് ഹൈവേക്കൊക്കെ ഭൂമി വാങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. എന്നാൽ എടപ്പാളിൻ്റെ പൊന്നും വില താങ്ങാവുന്നതല്ല, BOT അടിസ്ഥാനത്തിലാവാം. അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ഈ മിനി സിവിൽ സ്റ്റേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിനകത്ത് കടന്നു വരുന്നു എന്നുള്ളത് സന്തോഷകരം തന്നെ. എന്നാൽ അത്തരത്തിലുള്ള ആ മിനി സിവിൽ സ്റ്റേഷൻ അടക്കം താഴെ നിലയിൽ അല്ലാതെ മുകളിലേക്ക് മാറ്റിക്കൊണ്ട് താഴെ നിലയിൽ ഇത്തരത്തിലുള്ള വാണിജ്യ സൗകര്യങ്ങളും ബസ് സ്റ്റാൻഡ് അടക്കമുള്ള ഒരു സ്വപ്ന പദ്ധതി എടപ്പാളിൽ ഉണ്ടാക്കാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സംയോജനത്തിനാവശ്യമായിട്ടുള്ള കൂട്ടായ ഒരു തീരുമാനമെടുത്ത് നമ്മളെ എടപ്പാളിനെ, ഇപ്പം നമ്മളൊരു എടപ്പാളുകാരൻ പുറത്ത് പോയിട്ട് ഇത്തരം സൗകര്യമുള്ള ടൗണുകളിൽ നിന്നാൽ നമുക്ക് വലിയ നിരാശയും ഖേദവും പ്രയാസമൊക്കെ ഉണ്ട്. അതെല്ലാം മാറിക്കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗം ഈ കോമ്പൗണ്ടിനകത്ത് നിലവിലുള്ള വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഓഫീസുകളൊക്കെ തന്നെ മുകളിലെ നിലകളിൽ സിവിൽ സ്റ്റേഷൻ മാതൃകയിൽ സ്ഥാപിക്കുകയും താഴെ വാണിജ്യ ആവശ്യത്തിനുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ബസ് സ്റ്റാൻഡാക്കി കൊണ്ടുപോകാൻ അന്നെല്ലാം ഉണ്ടായിരുന്ന രാഷ്ട്രീയമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി നിർത്തുന്ന രീതിയിലാണ് മുഴുവൻ ആളുകളും ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂട്ടമായി സർവകക്ഷി സമ്മതത്തോടുകൂടെ ഒരു സർവകക്ഷി നിവേദന സംഘം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ, മിനിസ്ട്രിയെ, സെക്രട്ടേറിയറ്റിനെ, കേരള സർക്കാരിനെ സമീപിക്കാനുള്ള ആവശ്യമായ നടപടികൾ. തീർച്ചയായിട്ടും കൂട്ടായ ഒരു തീരുമാനം, കൂട്ടായ ഒരു പ്രവർത്തനം തന്നെയാണ് നമുക്കിതിനകത്ത് വേണ്ടത്. ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഒരു പരിഹാര നിർദ്ദേശമാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഇനി നമുക്ക് ഉയർന്നു വരാനുള്ളത്. അത്തരം ഒരു നിർദ്ദേശം ആർക്കാണ് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുക? നാസർ കോലക്കാട് പൊതുപ്രവർത്തകനാണ്. 2 വട്ടം ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ BOT അടിസ്ഥാനത്തിൽ ഈ എടപ്പാളിൽ ബസ് സ്റ്റാൻഡിൻ്റെ ചർച്ചകളൊക്കെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയി. അത് എവിടെ വെച്ചാണ് അവസാനിച്ച് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇനി ഒരുപാട് ചർച്ചകളുണ്ടാക്കി ഇതിങ്ങനെ നിരന്തരം 90കളിൽ തുടങ്ങിയ ചർച്ചകൾ 2024 ഇതൊരു എൻഡ് വരുത്തുന്നതിന് വേണ്ടി ഇവിടെ വിവിധങ്ങളായിരിക്കുന്ന ഓഫീസുകളുണ്ട്. വട്ടംകുളം പഞ്ചായത്തിൻ്റെ കൃഷി ഓഫീസ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് വട്ടംകുളത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അതുപോലെ തന്നെ പട്ടികജാതി വികസന ഓഫീസ്, കോടതി, അതുപോലെ മറ്റു കുറേ ഓഫീസുകളുണ്ട്. ഇത് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 2 ഏക്കറോളം സ്ഥലം എൻ്റെ ഒരു ഓർമ്മയിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഭാഗത്തേക്ക്, അതായത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് മന്ത്രിതലങ്ങളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും ഇവിടുത്തെ MLA, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും മുൻകൈ എടുത്തുകൊണ്ട് ഈ ചർച്ച ഈ ബ്ലോക്ക്
ബ്ലോക്ക് ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വന്നാൽ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം ഈ എടപ്പാൾക്കാർക്ക് യാഥാർത്ഥ്യമാകും. BOT ഒക്കെ പറയുമ്പോൾ നേരത്തെ വിലയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇനിയൊക്കെ വലിയ വലിയ കുത്തക കമ്പനികളൊക്കെ എടപ്പാളിലേക്ക് കയറി വരികയാണ്. അപ്പോൾ BOTക്ക് സ്ഥലം കിട്ടാനൊക്കെ വളരെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലോക്ക് ഓഫീസിൻ്റെ മേലെ തന്നെ ചർച്ച വേണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായും നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള ഒരു സമയത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരത്തിൽ ഉയർന്നു വന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയുള്ള സ്ഥലത്ത് ഒരു മിനി സിവിൽ സ്റ്റേഷനും നല്ല നിർദ്ദേശങ്ങളാണ് വന്നതൊക്കെ. ആരും നിർദ്ദേശങ്ങളിൽ മോശക്കാരല്ല ഇവിടെ. പക്ഷേ സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് പോകണം. സ്വപ്നം പറയാൻ എളുപ്പമാണ്. ഒരു പേപ്പറിൽ ഒരു പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് എന്ത് വേണം ചിത്രം വേണമെങ്കിൽ വരയ്ക്കാം. പക്ഷെ അത് യാഥാർത്ഥ്യമായിക്കൊള്ളുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 35 സെൻറ്റ് സ്ഥലത്തിൽ ഈ എന്തായാലും ഇപ്പോൾ മിനി സിവിൽ സ്റ്റേഷന് കൊടുത്ത സ്ഥലം ഞാൻ തിരിച്ചിട്ടില്ലല്ലോ, അത് പോയില്ലേ. അപ്പോൾ ഇനി വരുന്ന 35 സെൻറ്റ് സ്ഥലമാണ്. ആ 35 സെൻറ്റ് സ്ഥലത്ത് നിന്ന് ബ്ലോക്ക് ഓഫീസിൻ്റെ കെട്ടിടമൊക്കെ പൊളിച്ച് മാറ്റി ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു സ്വപ്നം നല്ല സ്വപ്നമാണ്. യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ നല്ല തന്നെയാണ്. നോക്കാം നമുക്ക്. ഇത്രയും കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളൂ. എങ്ങനെയാണ് ഈ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ ഒരു ആവശ്യത്തോട്? അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കണം. നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥിതികളൊക്കെ തകർത്തെറിഞ്ഞ് നമ്മൾ വേറെ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉയർന്നു വന്നൊരു ചർച്ച. ആ ചർച്ചയിൽ എത്ര കണ്ട് നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും നേരത്തെ പറഞ്ഞത് നമ്മുടെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളെ പൂവണിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണണമെങ്കിൽ ഇതൊരു തുടക്കം മാത്രമല്ലേ. ചർച്ചകൾ ഇനിയും ആവാം. 2009 അല്ലെങ്കിൽ 2010 അല്ലെങ്കിൽ 2005 ഒക്കെ തുടങ്ങിയ ചർച്ചകൾ എവിടെയൊക്കെ വെച്ച് അവസാനിച്ചിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ടെക്നോളജി അനുസരിച്ച് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പുതിയ രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് വെച്ചാൽ മുന്നോട്ട് പോയി നമുക്കിതിന് പരിഹാരം കാണണമെന്ന് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും എടപ്പാൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു നിർദ്ദേശത്തിന് ഇന്നത്തെ ഈ ചർച്ച വളരെ ഒരു ആവേശകരമാണ്. നമുക്കിതിൻ്റെ തുടർച്ചയായി കൂടിയാലോചനകളും പരിഹാരങ്ങൾ കാണേണ്ടതുണ്ട്. എടപ്പാളിൻ്റെ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാവരും നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. വെയിറ്റിംഗ് ഷെഡിൻ്റെ കാര്യം ഇപ്പോൾ നിലവിലുള്ള വെയിറ്റിംഗ് ഷെഡ് ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി എടപ്പാൾ പഞ്ചായത്തിൻ്റെ കുറ്റിപ്പുറം റോഡിനും നമ്മുടെ ചങ്ങരോളം റോഡിനും പൊന്നാനി റോഡിനും ഓരോ വെയിറ്റിംഗ് ഷെഡും കൂടിയും സ്ഥാപിക്കാൻ വേണ്ടി ഒരു അഗ്രിമെൻറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ബസ് നിർത്തുമ്പോൾ വ്യാപാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു കോടതി വ്യവഹാരങ്ങളൊക്കെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പരിഹരിക്കാം. അതുപോലെ ഈ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഒരു സംയുക്തമായിട്ട് ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ട്രാഫിക് കമ്മിറ്റിയൊക്കെ ഒന്നും കൂടി വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ചർച്ച അതൊന്നും കൂടി ആവേശകരമായി മാറിയിട്ടുണ്ട്. നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബസ് ഉടമ സംഘത്തിൻ്റെ മുഹമ്മദ് ഓട്ടോറിക്ഷക്കാർ പറഞ്ഞതിൽ ഒരു പെശകുണ്ട്. ഈ ട്രാഫിക് അതോറിറ്റി മീറ്റിങ്ങിൽ തീരുമാനിച്ച പ്രകാരമാണ് ഇപ്പോൾ ബസ്സുള്ളത്. ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് റോഡിനരികിൽ തന്നെ ബസ് നിർത്താൻ കഴിയുള്ളൂ. പക്ഷേ ഓട്ടോറിക്ഷ 1600ഓളം ഓട്ടോറിക്ഷ ഇവിടെ വന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ ഈ ടൗണ് ഒതുങ്ങാത്തതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. അതൊരു പ്രശ്നമാണ്. അതിനെ സൂചിപ്പിക്കാതെ ഈ ട്രാഫിക് അതോറിറ്റി തീരുമാനിച്ച സ്ഥലത്താണ് ബസ് ഇപ്പോൾ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആ സുഹൃത്ത് ഉൾക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുക. തീർച്ചയായിട്ടും അത്തരം വലിയ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച പോകുന്നതിന് മുമ്പ് അവസാനിപ്പിക്കുകയാണ്. ആയിക്കോട്ടെ. അല്ല, ബസ്സുകാരുടെ കാര്യം പറയും, ഓട്ടോറിക്ഷക്കാർ പറയും. ഇവിടുത്തെ വിഷയം ഇപ്പോൾ അതല്ലല്ലോ. നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവുക, അതല്ലെന്നുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള വികസനം ഉണ്ടാവുക, ബസ്സും ഓട്ടോറിക്ഷയും നിർത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക, ബ്ലോക്ക് ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ മെയിൻ പ്രശ്നം. ബസ്സിൻ്റെ പാലത്തിൻ്റെ അടിയിൽ ബസ് 1, 2 കൊടുത്ത് പാർക്ക് ചെയ്യാനുള്ള അനുമതി ഇവിടെ നിയമം പറയണ്ടോ? ബസ്സിൻ്റെ അടിയിൽ പാലത്തിൻ്റെ അടിയിൽ 1, 2 ബസ് കൊടുത്ത് പാർക്ക് ചെയ്യാനുള്ള അനുമതി നിയമം പറയണ്ടോ? അതുപോലെ ഗോവിന്ദ മാളിനോട് 10 ആൾ നിന്നാൽ അവിടെ 4 ബസ് സ്റ്റാൻഡായി. പമ്പിൻ്റെ തിരിവിൽ 4 ആൾ നിന്നാൽ അവിടെ ബസ് സ്റ്റാൻഡായി. അപ്പോൾ അതല്ല, ബസ് നിൽക്കണോടത്ത് കയറ്റി നിർത്താനുള്ള ഒരു ബസ് നിൽക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട്ലി കയറ്റി നിർത്തണം. അതല്ല ഇത് ഒറ്റപ്പെടുത്ത് കൊടുത്തിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടുന്നത്. ഇവിടെ ജനകീയ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, അല്ല ബസ്സുകാരെ പ്രശ്നം തീർക്കല്ല ഇവിടുത്തെ വിഷയം. തീർച്ചയായിട്ടും അതിനൊരു മറുപടിയായിട്ട് ശ്രീരാമകൃഷ്ണേട്ടൻ. അതിലിപ്പോൾ ഈ ഓട്ടോറിക്ഷയും ബസ്സും തമ്മിലുള്ളൊരു തർക്കം വേണ്ടതിൽ
എന്താ വെച്ചാൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മീഷൻ ഇവിടെ യോഗം ചേർന്നിട്ട് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. തീരുമാനം പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും നമ്മളെ CI ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പോൾ പുതിയ CI വന്നിട്ടുണ്ട്. അദ്ദേഹവുമായി സംസാരിച്ച് ട്രാഫിക്കിൻ്റെ യോഗം അടിയന്തരമായിട്ട് വിളിച്ച് ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. തീർച്ചയായിട്ടും ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിലേക്കുണ്ട്. ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ചർച്ച ആയതുകൊണ്ടാണ് എടപ്പാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറയേണ്ടതുണ്ട് ഇവിടെ. അതൊന്നും ഇവിടെ ഉന്നയിക്കാതെ ബസ് സ്റ്റാൻഡ് വരട്ടെ. പിന്നെ ബ്ലോക്കിൻ്റെ വിഷയം പറഞ്ഞിട്ട് ബ്ലോക്ക് ഓഫീസ് ബ്ലോക്കായിട്ട് ബസ് സ്റ്റാൻഡ് വരാതിരിക്കരുത്. കാരണം ഇത് വിവിധങ്ങളായ പദ്ധതികൾക്ക് ഇത് ഭാഗിച്ചു കൊടുത്തിട്ട് ഇനി 35 സെൻറ്റേ ഉള്ളൂ പറഞ്ഞു. പക്ഷെ അതൊക്കെ എന്ത് വേണമെന്ന് വെച്ചാൽ പിന്നെ തിരിച്ചും മറിച്ചൊക്കെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ബസ് സ്റ്റാൻഡിനെ ഈ ബ്ലോക്ക് ഓഫീസിലേക്ക് തന്നെ കൊണ്ടുവരണം. തീർച്ചയായിട്ടും ഈ ബസ് സ്റ്റാൻഡ് കൊണ്ടുവരാൻ ഇവിടെ ശ്രമിച്ച സമയത്ത് ആരാണ് അതിൽ മുടക്കിയതിനെ കൂടെ പറയിപ്പിക്കണോ? അക്വിസിഷൻ നടപടി കൊളാക്കിയത് ആരാന്നുള്ളത് പറയിപ്പിക്കണോ? ഇവിടെ ഈ തീരുമാനം 96 ET യുടെ നേതൃത്വത്തിലെടുത്തു. തുടർന്ന് കുഞ്ഞുമാർക്കാരുടെ നേതൃത്വത്തിലെടുത്തു. ഗവൺമെന്റ് വേണ്ടത്ര നടപടി സ്വീകരിച്ചോ? അല്ലേ? അപ്പൊ അതൊന്നും പറയിപ്പിക്കണ്ട. നമ്മളിപ്പോ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകണ്ട. അല്ല പറയണ്ട. അല്ല അങ്ങനെ പറയണ്ട. അപ്പൊ അത് പറയാനുള്ള ഒരു രാഷ്ട്രീയ വേദിയായിട്ട് ഇത് മാറ്റണ്ട. മനസ്സിലായില്ലേ? ഏയ് അല്ലല്ല ഉണ്ട്, മുടക്കിയിട്ടുണ്ടെങ്കില് പിന്നെ എന്താത്ര സംശയം? അല്ലല്ല, അക്വിസിഷൻ നടപടി മുടക്കിയത് നിങ്ങളെ ലീഡർഷിപ്പാണ്. എന്താത്ര സംശയം? പേരൊന്നും ഇപ്പൊ ഈ വേദിയിൽ പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. വേണ്ട. എന്നാ പിന്നെ നിങ്ങൾ വഹിക്കണ്ടേ? നിങ്ങൾ നടപ്പാക്കിയോ? നിങ്ങൾ നടപ്പാക്കിയോ? നിങ്ങൾ നടപ്പാക്കിയില്ലല്ലോ. നിങ്ങൾ നടപ്പാക്കിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്തായിരുന്നു പണി നടപ്പാക്കാൻ? നിങ്ങൾക്ക് നടപ്പാക്കി കൂടാ. നിങ്ങൾ ഈ കേരളം മുഴുവൻ ഭരിച്ചില്ലേ? നിങ്ങൾ പാർലമെന്റ് നിങ്ങളെ കയ്യില്, നിങ്ങളെ പിന്നെ ഇവിടെ MLA നിങ്ങളെ കയ്യില് എന്ത് നിങ്ങൾ ഇവിടെ നടത്തി? ഒന്നും നടത്തിയില്ലല്ലോ. ട്രാഫിക്കിന്റെ അല്ലല്ല, ട്രാഫിക് പരിഹരിക്കാൻ വേണ്ടിട്ട് ഒരു പാലെങ്കിലും ഉണ്ടാക്കിയല്ലോ. ഇവിടുത്തെ MLA, നിങ്ങളുടെ MLA ഇവിടെ കണ്ട കാലം നടന്നല്ലോ. എന്തുണ്ടാക്കി ഇവിടെ ചുങ്കത്ത്? ഒന്നും പറയണ്ട. പിന്നെന്താ ഞാൻ വിളിക്കാൻ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിളിച്ചല്ലോ. അയാൾ പിന്നെ എന്താ പറഞ്ഞു? അയാൾ എന്താ പറഞ്ഞു? ലീഗിന്റെ പ്രതിനിധി എന്താ പറഞ്ഞു? ലീഗിന്റെ പ്രതിനിധി എന്താ പറഞ്ഞു? രാഷ്ട്രീയത്തിലേക്ക് ലീഗിന്റെ പ്രതിനിധി എന്താ പറഞ്ഞു? ഇവിടെ ഞങ്ങള് ട്രാഫിക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പാലെങ്കിലും ഉണ്ടാക്കി. നിങ്ങളെ കാലത്ത് എന്താ ഇവിടെ ഉണ്ടാക്കി? പിന്നെന്താ? അത് ശരി. ഇല്ല നമ്മള് ഒരു തർക്കത്തിലേക്ക് ഇപ്പൊ പോകേണ്ട ഒരു ആവശ്യമില്ല. നമ്മള് ചർച്ച അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ വളരെ ഒരു മിനിറ്റ് നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയി. നമ്മൾ പറഞ്ഞത് ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചർച്ചകളും പാടില്ല എന്നുള്ള രീതിയിലേക്കാണ് പോയത്. നമ്മൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. ഇപ്പുറത്തുണ്ടാവും, ഇപ്പുറത്ത് എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ എത്തില്ല. നമ്മൾ ആദ്യം പറഞ്ഞു വന്നത് ഇതിലേക്ക് അത് കൊണ്ടുവരരുതെന്ന. പിന്നെ നമ്മൾ ആ രീതിയിൽ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇവിടെ ഇന്നത്തെ ദിവസം മൊത്തം ഇരുന്ന് ചർച്ച ചെയ്താലും എന്തുകൊണ്ട് ഇവിടെ ബസ് സ്റ്റാൻഡ് വന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് വേറെ ഉത്തരങ്ങൾ വരും. അപ്പം ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടന്നു പോകരുത്. രാഷ്ട്രീയപരമായി അവസാനിപ്പിക്കാൻ നേരമായിട്ടുണ്ട്. ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് ജംഷീർ ചർച്ച അവസാനിപ്പിക്കാൻ നേരമായിട്ടുണ്ട്. നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ചർച്ച അവസാനിപ്പിക്കണം. എല്ലാവരും സഹകരിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മളോട് സഹകരിക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. ചേട്ടനോട് ഇരിക്കണം പ്ലീസ് 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 പ്ലീസ്. നമുക്ക് ചർച്ച നല്ല രീതിയിൽ അവസാനിപ്പിക്കണം പ്ലീസ്. ക്ഷമിക്കണം. ഓക്കെ നിങ്ങൾ അവിടെ ഇരിക്കണം. നമുക്ക് എല്ലാവരുടെയും ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇവിടെ വേണ്ട. രാഷ്ട്രീയപരമായിട്ട് ഒരു തർക്കത്തിലേക്ക് നമ്മൾ പോകണ്ട. എന്തായാലും ഇപ്പോൾ രാമകൃഷ്ണേട്ടനും അഷ്റഫിയും തമ്മിൽ അങ്ങനെ ഒരു ഇത് വന്ന സ്ഥിതിക്ക്, കോൺഫ്ലിക്റ്റ് വന്ന സ്ഥിതിക്ക് അതിനൊരു മറുപടി പേഴ്സണലി അല്ല പൊളിറ്റിക്കലി വേണ്ട. എല്ലാവർക്കും ഇവിടെ വിഷയം എന്താ? ഇവിടെ വളരെ ഭംഗിയായിട്ട് ഈ ചർച്ച നടന്നു. ഞങ്ങളെല്ലാം ഇടപെട്ടത് 100% നിഷ്പക്ഷമായിട്ടാണ്. ഒരു രാഷ്ട്രീയമായ ഇടപെടൽ ഞങ്ങൾ ആരും നടത്തിയിട്ടില്ല.
നടത്തിയിട്ടില്ല. പിന്നെ ഇവിടെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ ബസ് സ്റ്റാൻഡ് വരുന്നതിനാവശ്യമായ ശ്രമങ്ങൾ ഒരു കാലത്ത് ഞങ്ങൾ ആരും പാരവെച്ചിട്ടില്ല, പിന്തുണക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അക്വസേഷൻ നടപടിയെ ഞങ്ങൾ ആരും ഒട്ടിമറിക്കാനോ അതിന് പുറകെ പോയിട്ടില്ല. അത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് അതായത് അല്ല, ഞാൻ പറഞ്ഞുതരാം. മാന്യമായ രീതിയിൽ ഇവിടെ എല്ലാവരും അവസാനിപ്പിച്ചു. ബ്ലോക്ക് ഓഫീസിലേക്ക് ഇവിടെ കോമ്പൗണ്ടിൽ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറ്റുമോ, ആലോചനയിൽ വെക്കാം, തീരുമാനിച്ചു. ട്രാഫിക്കിന്റെ പ്രശ്നം കൃത്യമായി പറഞ്ഞു, വിളിച്ചു ചേർക്കാം, പരിഹരിക്കാം. പിന്നെ അതിലിടയിൽ കോലിട്ട് കളക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ആ വിഷയം നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ചർച്ച അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ക്രിയാത്മകമായ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്കിവിടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ സ്ഥലം ഉപയോഗപ്പെടുത്താം, ആ കാര്യത്തിൽ അനുഭാവപൂർണ്ണമായ നടപടി സ്വീകരിക്കാമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. അതോടൊപ്പം അതിനുവേണ്ട പരിശ്രമങ്ങൾ രണ്ട് പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ എടപ്പാളിന് ഒരു ശാപമായിക്കൊണ്ട് ഇപ്പോൾ മാറിയിട്ടുള്ള ഗതാഗത കുരുക്കിന് ശാശ്വതമായ ഒരു പരിഹാരം ഈ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് നമ്മുടെ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ചില നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ അവർ നടപ്പിലാക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മളിതൊരു രാഷ്ട്രീയ ചർച്ചയായിട്ട് ആരും കണക്ക് കൂട്ടരുത്. ഇതൊരു വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ഇത് പോകരുത്. നമ്മൾ കേരള വിഷൻ ഉദ്ദേശിച്ചത് ജനകീയമായിട്ടുള്ളൊരു വിഷയം ജനകീയമായി തന്നെ പറഞ്ഞ് പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു ഇതിൽ അവസാനം വരെ നമ്മൾ വിജയത്തോടെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ സാധിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കേരള വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ വാട്സ്ആപ്പ് വഴി അറിയിക്കാം. വാട്സ്ആപ്പ് താഴെ കൊടുത്തിരിക്കുന്നു. വോയിസ് ഓഫ് ദ പീപ്പിളിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വിഷയത്തിലെ ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങളുമായി വീണ്ടും കാണാം. ബൈ.